ഹായ്, ഗുഡ് മോർണിംഗ് എവരി വൺ. സോ ഇന്നലെ നമ്മൾ IFRS അതുപോലെ തന്നെ IASB ഇത്തരം കാര്യങ്ങളെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്തു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു കമ്പനി IFRS 1 എന്ന് പറയുന്ന സ്റ്റാൻഡേർഡ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. IFRS 1 എങ്ങനെയാണ് ഒരു കമ്പനി ആദ്യമായിട്ട് ഏറ്റവും ഫസ്റ്റ് ആയിട്ട് ഒരു IFRS അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിലോട്ട് ചേഞ്ച് ചെയ്യുക. ഓക്കെ, അതിന്റെ സ്റ്റെപ്പുകൾ എന്തൊക്കെയാണ്, അതിന്റെ പ്രോബ്ലംസ് എന്തൊക്കെയാണ്, അതിന്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. എങ്ങനെയാണ് ഒന്നുകൂടെ പറഞ്ഞ നമ്മുടെ കണ്ടന്റ് എന്താണ്, എങ്ങനെയാണ് ഒരു കമ്പനി ഏറ്റവും ആദ്യമായിട്ട് ഒരു IFRS അക്കൗണ്ടിങ് സിസ്റ്റത്തിലോട്ട്, ഇപ്പൊ അവർ ചിലപ്പം പഴയ ഒരു അക്കൗണ്ടിങ് സിസ്റ്റം ആയിരിക്കും യൂസ് ചെയ്യുന്നത്, ആ പഴയ അക്കൗണ്ടിങ് സിസ്റ്റത്തിൽ നിന്ന് ഈ ഒരു IFRS സിസ്റ്റത്തിലോട്ട് എങ്ങനെ കൺവേർട്ട് ആവും എന്നുള്ളതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, സോ ആ സ്റ്റാൻഡേർഡ് ആണ് IFRS 1. IFRS 1 ആണ് IFRS സ്റ്റാൻഡേർഡ്സിന്റെ ഫസ്റ്റ് ടൈം അഡോപ്ഷനെ കുറിച്ചിട്ടുള്ള ഒരു ഗൈഡൻസ് തരുന്ന ഒരു സ്റ്റാൻഡേർഡ് ആണ് IFRS 1 എന്ന് പറയുന്നത്. ഓക്കെ, എന്തിനു വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടാക്കിയിട്ടുള്ളത്? നമ്മൾ ഇങ്ങനെ ഒരു കൺവേർഷൻ നടക്കുന്ന സമയത്ത്, ഓക്കെ, ഒരു കമ്പനി IFRS അക്കൗണ്ടിങ് സിസ്റ്റത്തിലോട്ട് മാറുന്ന സമയത്ത് ആ ഒരു IFRS പ്രകാരം ഉണ്ടാക്കിയിട്ടുള്ള അക്കൗണ്ട്സ്, ഏറ്റവും ഫസ്റ്റ് ഉണ്ടാക്കുന്ന അക്കൗണ്ട്സ്, ഓക്കെ, നമുക്ക് വേണമെങ്കിൽ അതിന് ഇങ്ങനെ പറയാം, ഓപ്പണിംഗ് IFRS ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് എന്ന് വേണമെങ്കിൽ പറയാം. ആ ഓപ്പണിംഗ് IFRS ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് അല്ലെങ്കിൽ ഫസ്റ്റ് IFRS ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്, ഓക്കെ, ഫസ്റ്റ് IFRS ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ട്രാൻസ്പെറന്റ് ആയിരിക്കണം, അതുപോലെ തന്നെ കമ്പയറബിൾ ആവാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ഒരു ഗുഡ് സ്റ്റാർട്ടിംഗ് പോയിന്റ് ആയിരിക്കണം, അല്ലെങ്കിൽ നല്ല ക്വാളിറ്റി ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ആ ഒരു പുതിയ IFRS ഒരു അക്കൗണ്ടിങ് സിസ്റ്റത്തിൽ നിന്ന് മറ്റൊരു അക്കൗണ്ടിങ് സിസ്റ്റത്തിലോട്ട് മാറുക എന്ന് പറയുന്നത് ഇറ്റ്സ് എൻ ഹൈലി കോസ്റ്റ് വൺ. കാരണം എന്നാ, കഴിഞ്ഞ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാവേ. ഇപ്പൊ ഒരു ഇന്ത്യൻ അക്കൗണ്ടിങ് സിസ്റ്റത്തിലുള്ള ഒരു കമ്പനി, ആ ഇന്ത്യൻ അക്കൗണ്ടിങ് സിസ്റ്റത്തിൽ അവർ ഓരോ അസറ്റുകളും ലയബിലിറ്റികളും എക്സ്പെൻസുകളും ഇൻകവും എല്ലാം ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് വെച്ചിട്ടായിരിക്കും അവർ ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ടാവുക, ജേർണൽ എൻട്രികൾ പാസ് ചെയ്തിട്ടുണ്ടാവുക, ലെഡ്ജറുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവുക, അതുപോലെ തന്നെ ബാലൻസ് ഷീറ്റുകളും SOPL ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവുക. ഓക്കെ, അപ്പൊ ഇവിടെ വരുന്നൊരു പ്രശ്നം എന്താ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കമ്പനി എന്ന് പറയുന്നത് 1, 2, 10, 20 ട്രാൻസാക്ഷൻസ് ഉള്ളതല്ല, 1000 അല്ലെങ്കിൽ ലാക്സ് ഓഫ് ട്രാൻസാക്ഷൻസ് ഉണ്ടാവും ഒരു കമ്പനി, അല്ലെ? സോ ആ ഒരു സിസ്റ്റത്തിനെ, ആ ലാക്സ് ഓഫ് ട്രാൻസാക്ഷൻസ് ഉള്ള സിസ്റ്റത്തിനെ ഒരു വേറൊരു അക്കൗണ്ടിങ് സിസ്റ്റത്തിലോട്ട്, ഇപ്പോൾ ഉള്ളതിൽ നിന്നും വേറൊരു അക്കൗണ്ടിങ് സിസ്റ്റത്തിലോട്ട് മാറ്റുക എന്ന് പറയുന്നത് ഇറ്റ്സ് ഹൈലി കോസ്റ്റ്. എവിടെ സാറേ കോസ്റ്റ് ആവുന്നത്? ഇതിനെ എല്ലാ അക്കൗണ്ടൻസിനും ഇതെന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു സിസ്റ്റത്തിൽ നിന്ന് മറ്റൊരു സിസ്റ്റത്തിലോട്ട് ആക്കാൻ പറ്റില്ല. അതിന് വളരെ എന്താ പറയാ, സ്കിൽഡ് ആയിട്ടുള്ള, അത്രയും പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാർ തന്നെ വേണം. ഓക്കെ, സോ അത്രയും പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാർക്ക് നല്ല ഫീസ് കൊടുക്കേണ്ടി വരും, അതുപോലെ തന്നെ പല ജഡ്ജ്മെന്റുകൾ വേണ്ടി വരും, ചില വാല്യുവേഷൻ ടീം വേണ്ടി വരും. ഓക്കെ, സോ ഇത്തരം കാര്യങ്ങൾക്കൊക്കെ ഭയങ്കരമായിട്ട് കോസ്റ്റ് ആവും. സോ ആ കോസ്റ്റ് കുറയ്ക്കുക, കിട്ടുന്ന ബെനിഫിറ്റിനേക്കാൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, കോസ്റ്റ് കൂടരുതല്ലോ. ഓക്കെ, does not exceed the benefit other than like at a cost that does not exceed the benefit. ബെനിഫിറ്റ്സ് എന്ത് ചെയ്യാൻ പാടില്ല, ആ കോസ്റ്റിനേക്കാൾ കൂടാൻ പാടില്ല. സോ അതിന് വേണ്ടിയിട്ടും കൂടിയാണ് ഈ ഒരു IFRS ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ലൈക്ക് IFRS 1 ഉണ്ടാക്കിയിട്ടുള്ളത്. എന്തിനൊക്കെ വേണ്ടിയിട്ടാ? ട്രാൻസ്പെറന്റ് ആയിരിക്കാൻ, കമ്പാരബിൾ ആയിരിക്കാൻ, അതുപോലെ തന്നെ കോസ്റ്റ് ബെനിഫിറ്റിനെ എക്സീഡ് ചെയ്യാണ്ടിരിക്കാൻ, അതുപോലെ തന്നെ ഒരു ഫസ്റ്റ് ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ക്ലിയർ ആണോ? ഇസ് ഇറ്റ് ക്ലിയർ? ഇതിനു വേണ്ടിയിട്ടാണ് ഈ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടാക്കിയിട്ടുള്ളത് എന്നുള്ളത് ക്ലിയർ ആണോ? ഓക്കെ, ദെൻ എങ്ങനെയാണ് ഈ ഒരു സിസ്റ്റത്തിലോട്ട് കമ്പനി മാറുന്നത്? അതായത് എക്സാമ്പിൾ, ഒരു കമ്പനി, ആ കമ്പനി ഇപ്പൊ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്ത്യൻ അക്കൗണ്ടിങ് സിസ്റ്റത്തിലാണ്. ഇന്ത്യൻ അക്കൗണ്ടിങ് സിസ്റ്റത്തിലാണ്. ഈ ഇന്ത്യൻ അക്കൗണ്ടിങ് സിസ്റ്റത്തിൽ നിന്നും ഈ കമ്പനിക്ക് IFRS അക്കൗണ്ടിങ് സിസ്റ്റത്തിലോട്ട് മാറണമെന്നുണ്ടെങ്കിൽ ഈ കമ്പനി ആദ്യം ചെയ്യേണ്ടത്, ഓക്കെ, ആദ്യം ഒരു ഓപ്പണിംഗ് IFRS സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കണം, ഓപ്പണിംഗ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കണം. ഓക്കെ, ഇപ്പൊ ഇവര് മാറുന്നത്, ജസ്റ്റ് ടേക്ക് എൻ എക്സാമ്പിൾ, ഇവര് ഈ ഒരു അക്കൗണ്ടിങ് സിസ്റ്റത്തിലോട്ട് മാറുന്നത് 1st ജാനുവരി 2020 മുതൽ ഇവരെന്ത് ചെയ്യാണ്, ഇന്ത്യൻ അക്കൗണ്ടിങ്ങിൽ നിന്നും അവർ IFRSലോട്ട് മാറുകയാണ്. സോ ഈ ജാനുവരി 20 മുതൽ ആ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള അക്കൗണ്ടിങ് ഇയർ ഉണ്ടല്ലോ, അതായത് എന്നാ ഈ അക്കൗണ്ടിങ് ഇയർ ഉണ്ടാവുക 31st ഡിസംബർ
2020. ഈ ഒരു പീരീഡിൽ ഈ കമ്പനി എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ ആയിട്ട് IFRS സിസ്റ്റത്തിലോട് മാറുമല്ല ചെയ്യുക. അവര് ഇവിടെ ഉണ്ടാക്കുന്ന ബുക്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇവിടെ ഉണ്ടാക്കുന്ന SOFയും SOPയിലും മാക്സിമം IFRS വെച്ച് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി നോക്കും. ഓക്കെ, ഇതിനെയാണ് നമ്മൾ ഓപ്പണിംഗ് IFRS ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയാം. ഓക്കെ, എന്നിട്ട് 31st December 2000 അടുത്തൊരു ഇയർ സ്റ്റാർട്ട് ചെയ്യുമല്ലോ. ഏതാ? 1st January 2021. ഈ 1st January 2021 മുതലുള്ള, അതായത് ഇതിന്റെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള അക്കൗണ്ടിങ് ഇയർ ആണ്. ഇത് എന്നാ എൻഡ് ചെയ്യുക? 31st December 2021 എൻഡ് ചെയ്യും. ഈ അക്കൗണ്ടിങ്ങിലെ ബുക്സ് നമ്മൾ ഏതിനെ ബേസ് ചെയ്തിട്ട് ഉണ്ടാക്കുക? ഇപ്പൊ നമ്മൾ കഴിഞ്ഞ കൊല്ലം ഉണ്ടാക്കി, എപ്പോഴും അറിയാലോ, കഴിഞ്ഞ കൊല്ലത്തെ ബാലൻസ് ഷീറ്റിന്റെ ബാക്കിയാണ് ഈ കൊല്ലം ഉണ്ടാക്കുക, ശരിയല്ലേ? ഓക്കെ, അപ്പൊ ഈ കൊല്ലം അതായത് 2021 ഇവര് ഫുൾ ആയിട്ട് എന്തിലോട്ട് മാറും? IFRS അക്കൗണ്ടിങ് സിസ്റ്റത്തിലോട്ട് മാറും. ഈ ഫുൾ IFRS സിസ്റ്റത്തിലോട്ട് മാറുന്നതിന് ബേസിസ് ആയിട്ടുള്ള അല്ലെങ്കിൽ അതിന്റെ ബേസ് ചെയ്തായിരിക്കും ഈ ഓപ്പണിംഗ് IFRS ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും. ഓക്കെ, അപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർ ആദ്യം എന്ത് ചെയ്യുന്നു? ഫസ്റ്റത്തെ കൊല്ലം തന്നെ അഡോപ്റ്റ് ചെയ്യല്ല ചെയ്യുന്നു. ഫസ്റ്റത്തെ കൊല്ലം മാക്സിമം അഡോപ്റ്റ് ചെയ്യുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ഒരു IFRS ബന്ധമുള്ള അല്ലെങ്കിൽ IFRSനോട് കൂടുതൽ കംപ്ലയൻസ് ഉള്ള ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കുന്നു. ഓക്കെ, ഇത് ഫുള്ളി IFRS ആയിട്ട് കംപ്ലൈന്റ് ആണോ? അല്ല, അതിൽ കുറച്ച് എക്സംഷൻസും കാര്യങ്ങളും ഉണ്ട്, നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, എന്നിട്ട് സെക്കൻഡ് ഇയർ മുതൽ അത് ഇവരത് എന്താ പറയാ അപ്ലൈ ചെയ്ത് സെക്കൻഡ് ഇയർ, ഓക്കെ, അടുത്ത ഇമ്മീഡിയറ്റ് സെക്കൻഡ് ഇയർ മുതലായിരിക്കും ഒരു ഫുള്ളി ഫ്ലെഡ്ജ്ഡ് ആയിട്ടുള്ള, അതായത് IFRS അക്കൗണ്ടിങ് സിസ്റ്റത്തിലെ എല്ലാ റൂൾസും എല്ലാ റെഗുലേഷൻസും ഫോളോ ചെയ്യുന്ന ഒരു അക്കൗണ്ടിങ് അല്ലെങ്കിൽ ഒരു SOFP SOPL എല്ലാം ഉണ്ടാക്കുന്നത്. ഓക്കെ, സോ ഇതിനെ നമുക്ക് ഓപ്പണിംഗ് IFRS ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയാം. ഓക്കെ, ദെൻ രണ്ടാമത്തതിനെ നമുക്കൊരു പ്യൂർ IFRS ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയാം. ഓക്കെ ആണോ? സോ ഇതാണ് ഞാൻ പറഞ്ഞത്. സോ ഇവിടെ നമ്മൾ 2020 സ്റ്റാർട്ട് ചെയ്യുന്നു, 2020 നമ്മുടെ അക്കൗണ്ടിങ് ഇയർ എൻഡ് ചെയ്യുന്നു. സോ ഇതിനെയാണ് നമ്മൾ കമ്പാരിറ്റീവ് ഇയർ എന്ന് പറയാം. ഇവിടെയാണ് നമ്മൾ എന്തുണ്ടാക്കുക? ഓപ്പണിംഗ് IFRS ഉണ്ടാക്കുന്നത്. ഓക്കെ, ക്ലിയർ? എന്നിട്ട് ഇവിടുന്ന് ഈ ഒരു സെക്കൻഡ് ഇയറിലാണ്, അല്ലെങ്കിൽ ഇതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്, ഒരു ഫസ്റ്റ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്, ഒരു ഫസ്റ്റ് ഫുള്ളി ഫ്ലെഡ്ജ്ഡ് ആയിട്ടുള്ള IFRS ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് എന്നായിരിക്കും പ്രൊഡ്യൂസ് ആവുന്നത്? നെക്സ്റ്റ് ഇയറിൽ, ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള നെക്സ്റ്റ് ഇയറിൽ. അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ബേസ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഒരു ബേസ് ക്രിയേറ്റ് ചെയ്യുന്നു. എന്നിട്ട് ആ ബേസ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ഫുൾ അക്കൗണ്ടിങ് സിസ്റ്റം അല്ലെങ്കിൽ അക്കൗണ്ടിങ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകൾ ക്രിയേറ്റ് ചെയ്യുന്നു. ക്ലിയർ ആണോ? ഇങ്ങനെയാണ് ഒരു കമ്പനി എന്തിലോട്ട് മാറേണ്ടത്? ഒരു പഴയ അല്ലെങ്കിൽ ഒരു വേറൊരു അക്കൗണ്ടിങ് സിസ്റ്റത്തിൽ നിന്നും IFRS അക്കൗണ്ടിങ് സിസ്റ്റത്തിലോട്ട് മാറേണ്ടത്. ക്ലിയർ ആണോ? ഓക്കെ, സോ പ്രിപ്പറേഷൻ ഓഫ് ആൻ ഓപ്പണിംഗ്, ഇത് രണ്ടും മാറിപ്പോകരുത് കേട്ടോ. അതായത് ഈ ഒരു ഡേറ്റിൽ ഉണ്ടാക്കുന്നതാണ് ഓപ്പണിംഗ് IFRS ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. ഇതാണ് ഫസ്റ്റ് IFRS ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് കേട്ടോ. ഇതിലുള്ളത് എന്താണ്? ഓപ്പണിംഗ് IFRS ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്. ഇതെന്താണ്? ഫസ്റ്റ് IFRS ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്. Preparation of an opening IFRS financial statement of financial position typically involves adjusting the amounts reported at the same date under previous GAAP. അതായത് നമ്മൾ ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു പീരീഡിൽ, അതായത് കമ്പാരിറ്റീവ് ഇയർ അല്ലെങ്കിൽ നമ്മുടെ ഓപ്പണിംഗ് IFRS ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇതിന് മുന്നേയുള്ള അക്കൗണ്ടിങ് പീരീഡ്, മുന്നേയുള്ളത് ഏതാ വരിക? 1/1/2019 സ്റ്റാർട്ട് ചെയ്യുന്നു. ഇത് 2020, ദെൻ ഇത് ഓക്കെ 2020, ദെൻ ഇത് 2021 അല്ലെ? സോ ഇതിന് മുന്നേ ഉള്ള അക്കൗണ്ടിങ് പീരീഡ് എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുക? 1/1/2019 സ്റ്റാർട്ട് ചെയ്ത് 31 December 2019 എൻഡ് ചെയ്യും, ശരിയല്ലേ? അപ്പൊ ഈ ഒരു പീരീഡ്, ഓക്കെ, ഈ ഒരു പീരീഡിൽ എന്തായിരിക്കും? ഇത് ഓൾഡ് അക്കൗണ്ടിങ് സിസ്റ്റത്തിലുള്ള പീരീഡാ അല്ലെ? സോ ഇവിടെ എന്താ ഉണ്ടാവുക? ഓൾഡ് ബാലൻസ് ഷീറ്റും അതുപോലെ തന്നെ ഓൾഡ് SOPലും ആണ് ഉണ്ടാവുക, ശരിയല്ലേ? ഈ ഓൾഡ് ബാലൻസ് ഷീറ്റും ഓൾഡ് SOPലും നമ്മൾ ഇതിലോട്ട് വരുന്ന സമയത്ത് ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്? ആദ്യമായിട്ട് ഫസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ തുടങ്ങുകയാണ്? IFRS ഇംപ്ലിമെന്റ് ചെയ്ത് തുടങ്ങുക. അപ്പൊ ഇംപ്ലിമെന്റ് ചെയ്ത് തുടങ്ങുമ്പോൾ ആദ്യം തന്നെ ഫുൾ ആയിട്ട് IFRS നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുകയല്ല ചെയ്യുക. IFRSലെ അക്കൗണ്ടിങ് പോളിസീസിനനുസരിച്ച് അല്ലെങ്കിൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡുകൾക്ക് അനുസരിച്ചിട്ട് നമ്മൾ പഴയ ബാലൻസ് ഷീറ്റിലെ അക്കൗണ്ടുകളെല്ലാം എന്ത് ചെയ്യും? അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും. ജസ്റ്റ് ഇവിടെ എന്ത് ചെയ്ത് കൊടുക്കും? അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അല്ലെങ്കിൽ എന്താ പ്രശ്നം വരാന്നറിയോ? ചെറിയ ചെറിയ അഡ്ജസ്റ്റ്മെന്റ് കൂടി നമുക്ക് അക്കൗണ്ടിങ് സിസ്റ്റം മാറ്റാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഹ്യൂജ്
പ്രോഫിറ്റിലും മറ്റുള്ള കാര്യങ്ങളും പ്രോഫിറ്റ് കമ്പനിയുടെ പ്രോഫിറ്റിൽ വ്യത്യാസമൊന്നും വരുന്നുണ്ടാവില്ല. പക്ഷേ നമ്മൾ ഈ റിപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ബുക്കിൽ കാണിക്കുന്ന പ്രോഫിറ്റുകളിലൊക്കെ വലിയ വലിയ വേരിയേഷൻസ് വരും. അത് നമ്മുടെ നമ്മൾ പറഞ്ഞു ഏറ്റവും ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു അക്കൗണ്ടിങ് സിസ്റ്റം ഉണ്ടാക്കുന്ന ആർക്ക് വേണ്ടിയിട്ടാ? ഇൻവെസ്റ്റേഴ്സിനും സ്റ്റേക്ക് ഹോൾഡേഴ്സിനൊക്കെ വേണ്ടിയിട്ട്. അപ്പൊ അവരുടെ ഡിസിഷൻസ് തെറ്റാനുള്ള ഒരു റീസൺ കൂടെ ആവും ഇത്. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആദ്യത്തെ ആ ഒരു ഓപ്പണിംഗ് IFRS ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കുമ്പോൾ ജസ്റ്റ് അഡ്ജസ്റ്റ്മെന്റ്സ് ചെയ്യുന്നു. ഓക്കെ, എന്നിട്ട് ആ അഡ്ജസ്റ്റ്മെന്റ്സ് എല്ലാം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത് എവിടെയാ? നിങ്ങൾക്ക് അറിയാൻ പറ്റും, SOFP അറിയുന്നവർക്ക് അറിയാൻ പറ്റും. ഇക്വിറ്റിയിൽ നമുക്ക് 3 ഏരിയാസ് ആണ് വരുന്നത്, അല്ലെങ്കിൽ കുറച്ച് ഏരിയാസ് ഉണ്ട്. ഏതൊക്കെയാ? ഷെയർ ക്യാപിറ്റൽ, ഷെയർ പ്രീമിയം, റീറ്റേൺ ഏർണിങ്സ്, റിസർവുകൾ. എന്താ ഷെയർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഓണേഴ്സിന്റെ ഫണ്ടാണ് അല്ലെ. ദെൻ ഷെയർ പ്രീമിയം എന്ന് പറഞ്ഞാൽ ആ ഓണേഴ്സിന്റെ ഫണ്ട്, അതായത് ഇത് ഓണേഴ്സിന്റെ ഫണ്ട് അറ്റ് കോസ്റ്റ് ആണ്. ആ കോസ്റ്റിന്റെ പുറത്ത് ഷെയർ മാർക്കറ്റിൽ നിങ്ങൾക്ക് അറിയാം, പണ്ട് 100 രൂപയ്ക്ക് ലിസ്റ്റ് ചെയ്യുന്ന MRF ഷെയർ ഇപ്പോൾ 1 ലക്ഷമാണ്. ദാറ്റ് മീൻസ് കോസ്റ്റ് എത്ര തന്നെ ആയിരിക്കും ഇപ്പോഴും അവരുടെ ബുക്കിൽ 100 ആയിരിക്കും. പക്ഷെ പ്രീമിയം ഇപ്പൊ ഒരു 100ന്റെ ഷെയറിന് 1 ലക്ഷത്തോളം വാല്യൂ ഉണ്ട് അല്ലെ. അപ്പോ എന്താ പറയാ, നമുക്ക് വേണമെങ്കിൽ 9,99,990 എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. എന്ത്? നമ്മുടെ പ്രീമിയം എന്ന് പറയുന്നത് അതിന്റെ ആ പ്രീമിയം എമൗണ്ട് ആണ് ഷെയർ പ്രീമിയം എന്ന് പറയുന്നത്. പിന്നെ റിട്ടേൺ ഏർണിങ്സ് എന്താണ്? റിട്ടേൺ ഏർണിങ്സിലാണ് എല്ലാ കൊല്ലത്തെയും നോൺ ഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ടുള്ള പ്രോഫിറ്റ് എവിടെയായിരിക്കും? ശരിക്കും പറഞ്ഞാൽ എല്ലാ കൊല്ലവും കമ്പനിയുടെ പ്രോഫിറ്റ് ആയിരിക്കുള്ളതാ? ശരിക്കും പറഞ്ഞാൽ ഓണേഴ്സിനുള്ള. പക്ഷെ ഒരു കൊല്ലം ഒരു 1 ലക്ഷം രൂപ പ്രോഫിറ്റ് ഉണ്ടായെങ്കിൽ ആ 1 ലക്ഷം രൂപ കമ്പനി എന്ത് ചെയ്യില്ല? ഓണേഴ്സിന് ഇമ്മീഡിയറ്റ് ആയിട്ട് എടുത്തു കൊടുക്കില്ല. ഓക്കെ, ചിലപ്പോൾ അതിലൊരു 10,000 20,000 ഓണേഴ്സിന് കൊടുത്ത് ബാക്കി 80,000 കമ്പനി എന്ത് ചെയ്യും? റീറ്റേൺ ചെയ്യും. ശരിയല്ലേ? സോ അതാണ് ഇപ്പൊ ഫസ്റ്റത്തെ കൊല്ലം 80K റീറ്റേൺ ചെയ്തു, അടുത്ത കൊല്ലം വീണ്ടും ഒരു 80K റീറ്റേൺ ചെയ്യും. അങ്ങനെ എല്ലാ കൊല്ലത്തെയും ഫണ്ട് പ്രോഫിറ്റ് വന്ന് എന്താ പറയാ, വന്ന് അടിയുന്ന ഒരു സ്ഥലം അല്ലെങ്കിൽ വന്ന് അക്യൂമുലേറ്റഡ് ആവുന്ന ഒരു സ്ഥലമാണ് റിട്ടേൺ ഏർണിങ്സ് എന്ന് പറയുന്നത്. പ്രോഫിറ്റ് വന്ന് വരുന്ന ഒരു സ്ഥലം റിട്ടേൺ ഏർണിങ്സ്. ഓക്കെ, ആൻഡ് പിന്നെ റിസർവുകളെല്ലാം ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കാനുള്ള ചെറിയ ചെറിയ അതർ ഫണ്ടുകളെയാണ് നമ്മൾ റിസർവ് എന്ന് പറയാറ്. അപ്പൊ നമ്മൾ എവിടെ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യേണ്ടത്? നമ്മൾ പറഞ്ഞ റിട്ടേൺ ഏർണിങ്സ്, ഇക്വിറ്റിയിലെ റിട്ടേൺ ഏർണിങ്സിലോ അല്ലെങ്കിൽ ഇതിൽ തന്നെ റിസർവുകൾ ഉണ്ട് അല്ലെ. പിന്നെ വേറെ അക്കൗണ്ടുകൾ ഉണ്ടാവാറുണ്ട് ഇക്വിറ്റിയുടെ അടിയിൽ, അവിടെയാണ്. അതായത് ഇക്വിറ്റിയിലാണ് സത്യം പറഞ്ഞാൽ, എവിടെ? ഇക്വിറ്റിയിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഇത്തരം അഡ്ജസ്റ്റ്മെന്റുകൾ ചെയ്തിട്ട് അതിന്റെ അഡ്ജസ്റ്റ്മെന്റ്സ് കാണിക്കേണ്ടത് എവിടെയാണ്? ഇക്വിറ്റിയിലാണ്. ക്ലിയർ ആണോ? മെയിൻ ആയിട്ട് റിട്ടേൺ ഏർണിങ്സിലാണ് നമ്മൾ കാണിക്കാറ് ഇത്ര അഡ്ജസ്റ്റ്മെന്റ്. ഇപ്പൊ എക്സാമ്പിൾ ഓൾഡ് സിസ്റ്റത്തില്, ഓൾഡ് അക്കൗണ്ടിങ് സിസ്റ്റത്തിൽ അല്ലെങ്കിൽ ഓൾഡ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് പ്രകാരം കഴിഞ്ഞ കൊല്ലം ഒരു എക്സ്പെൻസ് കാണിച്ചിട്ടുണ്ട്. പക്ഷെ IFRS പ്രകാരം അതെന്തല്ല? ഒരു എക്സ്പെൻസ് അല്ല. ഓക്കെ, അതൊരു എക്സ്പെൻസ് അല്ല, അത് ജസ്റ്റ് ഒരു ലയബിലിറ്റി ആയിട്ട് കൺസിഡർ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതൊരു എക്സ്പെൻസ് അല്ല എന്ന് വിചാരിക്കാം. ഓക്കെ, ഇല്ലെങ്കിൽ ഇങ്ങനെ തന്നെ വിചാരിച്ചോ, അങ്ങനെ ഒരു എക്സ്പെൻസ് റെക്കഗ്നൈസ് ചെയ്യാനേ പറ്റില്ല, ലയബിലിറ്റി ആയിട്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ പഴയ അക്കൗണ്ടിങ് സിസ്റ്റത്തിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? അങ്ങനെ ഒരു എക്സ്പെൻസ് കാണിച്ചിട്ടുണ്ട്. ശരിയല്ലേ? ഓക്കെ, അപ്പൊ നമ്മൾ അത് എന്ത് ചെയ്യണം? ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യണം. ഈ കൊല്ലം ഓപ്പണിംഗ് IFRS ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ അത് അഡ്ജസ്റ്റ് ചെയ്യണം. എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യും? ആ എക്സ്പെൻസിനെ അവിടുന്ന് റിമൂവ് ചെയ്യും. എങ്ങനെ റിമൂവ് ചെയ്യാം? നമ്മൾ കഴിഞ്ഞ കൊല്ലത്തെ അക്കൗണ്ട് പോയി എഡിറ്റ് ചെയ്യല്ല ചെയ്യാം. നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ കൊല്ലത്തെ SOPL നിന്ന് വന്നുള്ള പ്രോഫിറ്റ് എവിടെ കിടക്കുന്നത്? റിട്ടേൺ ഏർണിങ്സിൽ ഉണ്ടാവുമല്ലോ. ആ റിട്ടേൺ ഏർണിങ്സിൽ പ്രോഫിറ്റ് കൂട്ടി കാണിക്കും. കാരണം എക്സ്പെൻസ് അവിടുന്ന് ഒഴിവായി, അല്ലെങ്കിൽ എക്സ്പെൻസ് കുറഞ്ഞു കഴിഞ്ഞാൽ പ്രോഫിറ്റ് കൂടുമല്ലേ വേണ്ടത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? റിട്ടേൺ ഏർണിങ്സ് കൂട്ടി കാണിക്കും. ക്ലിയർ ആണോ? ക്ലിയർ? ഓക്കെ, അങ്ങനെ. പിന്നെ ഓക്കെ, ജേർണൽ എൻട്രിയുടെ കേസ് ഒക്കെ നമ്മൾ പതുക്കെ പഠിക്കാം കേട്ടോ. ഓക്കെ, ജേർണൽ എൻട്രി ഒക്കെ പറയാനുണ്ട് എനിക്ക്, ഗോൾഡൻ റൂൾ ഒക്കെ പറയാനുണ്ട്. പതുക്കെ ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക, ബേസിക് ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. കാരണം ഈ തിയറി ഏരിയ എന്ന് പറയുന്നത് എപ്പോഴാണ് കൂടുതൽ ക്ലിയർ ആവാന്ന് അറിയാവോ? നമ്മൾ ഈ സ്റ്റാൻഡേർഡുകളൊക്കെ എടുക്കുമ്പോഴാണ്. കാരണം ഇതിൽ കുറേ സ്റ്റാൻഡേർഡുകളുടെ റെഫറൻസുകൾ ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഇതാ ഇവിടെ ഒരു സ്റ്റാൻഡേർഡ് റെഫറൻസ്. ഇതിൽ പലരും സ്റ്റാൻഡേർഡ് അറിഞ്ഞിട്ടാണ് അവിടെ വന്നേക്കുന്നത് അല്ല. പക്ഷെ ഇവരെന്ത് ചെയ്തിട്ടുണ്ട്? ഫസ്റ്റ് തന്നെ കുറെ സ്റ്റാൻഡേർഡുകളിലേക്ക് റെഫറൻസുകൾ കൊടുക്കുന്നുണ്ട്. അപ്പം മനസ്സിലാവാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും ഈ ഒരു ഏരിയാസ് എന്നൊക്കെ പറയുന്നത്. കാരണം നമ്മൾ സ്റ്റാൻഡേർഡുമായിട്ട് ഇതുവരെ ഡീൽ ചെയ്തിട്ടില്ല. ശരിയല്ലേ? സ്റ്റാൻഡേർഡ് അറിയാത്തതുകൊണ്ടാണല്ലോ നമ്മൾ ഡിപ്ലോമ IFRS എടുക്കാൻ വന്നേക്കുന്നത് അല്ലെ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ക്വാളിഫിക്കേഷൻ എടുക്കാൻ വന്നേക്കുന്നത്. ചിലർ അറിഞ്ഞിട്ട് എടുക്കാൻ വരുന്നുണ്ടാവും, ജസ്റ്റ് ഫോർ എ സർട്ടിഫിക്കേഷൻ. അങ്ങനത്തെ മനസ്സിലാവും, അല്ലാത്തവർ വിട്ടേരി, കുഴപ്പമില്ല. നമ്മൾ ഇതെല്ലാം ലാസ്റ്റ് ആകുമ്പോഴേക്കും ഈ തിയറി ഭാഗങ്ങളൊക്കെ നിങ്ങൾ വായിച്ചു നോക്കുമ്പോൾ ഇതായിരുന്നല്ലേ എന്ന് അവർ ഉദ്ദേശിച്ചേ എന്ന് മനസ്സിലാവും കേട്ടോ. അപ്പൊ ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക, നമ്മൾ ഇത് റിട്ടേൺ ഏർണിങ്സിലാണ് അഡ്ജസ്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഒരു ഓപ്പണിംഗ് ഫിനാൻഷ്യൽ IFRS സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കും. അതിനെ ബേസ് ചെയ്ത് അടുത്ത കൊല്ലമാണ് നമ്മളൊരു പ്രോപ്പർ ആയിട്ടുള്ള ഫസ്റ്റ് IFRS ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കുക എന്നൊക്കെ മനസ്സിലാക്കി വെക്കാം കേട്ടോ. ദെൻ
ഇതിൽ പലതരത്തിലുള്ള എസ്റ്റിമേറ്റുകൾ വരേണ്ടി വരും. ഇപ്പോൾ എക്സാമ്പിൾ ഡിപ്രീസിയേഷൻ ഇസ് ഇൻ എസ്റ്റിമേറ്റ്. വൈ? നമ്മൾ എങ്ങനെ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാറ്? പ്ലസ് ടുവിലൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലെ? അപ്പോൾ സ്ട്രൈറ്റ് ലൈൻ മെത്തേഡ് ആണെങ്കിൽ നമ്മൾ അതിന്റെ യൂസ്ഫുൾ ലൈഫ് വെച്ചിട്ടാ. ആ യൂസ്ഫുൾ ലൈഫിന്റെ കാര്യം നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കി. യൂസ്ഫുൾ ലൈഫ് ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ തരികയാണ് ചെയ്യാറ്. പക്ഷെ ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കി, ഒരു കാറിന് യൂസ്ഫുൾ ലൈഫ് തന്ന 10 കൊല്ലം, ശരിക്കും ആ കാർ 10 കൊല്ലം ഓടത്തുള്ളൂ? അല്ല, അതിലും കൂടുതൽ ഓടാം, ശരിയല്ലേ? ആൻഡ് ചിലപ്പോൾ 10 കൊല്ലം പോലും ഓടില്ല. അത് ഉപയോഗിക്കുന്ന ആളുടെ കയ്യിലിരിപ്പ് അനുസരിച്ചിരിക്കും, ശരിയല്ല? അപ്പോൾ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അതൊരു എസ്റ്റിമേറ്റ് ആണ്. ഓക്കെ, അപ്പോൾ പഴയ അക്കൗണ്ടിങ് സിസ്റ്റത്തിലുള്ള എസ്റ്റിമേറ്റുകൾ പുതിയ അക്കൗണ്ടിങ് സിസ്റ്റത്തിലോട്ട് വരുന്ന സമയത്ത്, ഓക്കെ, പുതിയ ഓപ്പണിംഗ് IFRS ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിലോട്ട് വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? മസ്റ്റ് ബി കൺസിസ്റ്റന്റ് വിത്ത് എസ്റ്റിമേറ്റ് മെയ്ഡ് അറ്റ് ദി സെയിം ഡേറ്റ് അണ്ടർ പ്രീവിയസ് ഗ്യാപ്പ്. പ്രീവിയസ് ഗ്യാപ്പ് എന്ന് ഉദ്ദേശിക്കുന്ന പ്രീവിയസ് അക്കൗണ്ടിങ് സിസ്റ്റത്തിനെയാണ് കേട്ടോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? ഓപ്പണിംഗ് IFRS ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിലെ ഇത്തരം തരത്തിലുള്ള എസ്റ്റിമേറ്റുകൾ ഏത് തന്നെ ഉപയോഗിക്കുക? പ്രീവിയസ് അക്കൗണ്ടിങ്ങിൽ ഏതാണോ അത് തന്നെ ഉപയോഗിക്കുക. ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു ചേഞ്ച് വരുത്താൻ നിൽക്കണ്ട. ഓക്കെ, ഇനി ട്രാൻസിഷൻ പ്രോസസ്. ഓക്കെ, ഇത്രയും ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ മക്കളെ? എനി ഡൗട്ട്സ്? ഇത്രയും നമ്മൾ പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ബേസിക് ആയിട്ട് ഇത്രേ പറഞ്ഞോളൂ. എങ്ങനെയാണ് ഒരു അക്കൗണ്ടിങ് സിസ്റ്റം മറ്റൊരു അക്കൗണ്ടിങ് സിസ്റ്റത്തിലോട്ട് പോകുന്നത്? അതായത് IFRS 1 ഉണ്ടാക്കിയത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇത്തരം ഒരു, അതായത് ഒരു അഡോപ്ഷൻ അല്ലെ, പുതിയൊരു അക്കൗണ്ടിങ് IFRS സ്റ്റാൻഡേർഡ്സ് അഡോപ്ഷൻ ചെയ്യേണ്ടത് ട്രാൻസ്പെറന്റും കമ്പാരബിളും അതുപോലെ തന്നെ കോസ്റ്റ് എഫക്റ്റീവ് ഒക്കെ ആവാൻ വേണ്ടിയിട്ടാണ്. സോ അതിലെ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ഓപ്പണിംഗ് IFRS ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കുന്നു. അതിനെ ബേസ് ചെയ്തിട്ട് ഇമ്മീഡിയറ്റ് ഇയറിൽ ഉണ്ടാക്കുന്ന IFRS ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും പ്രോപ്പർ അല്ലെങ്കിൽ ഫസ്റ്റ് IFRS ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. ആ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ ഉണ്ടാക്കുന്ന എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റുകളൊക്കെ ഉണ്ടെങ്കിൽ അത് എവിടെയാണ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്? റിട്ടേൺ ഏർണിംഗ്സിലാണ്. ആൻഡ് എസ്റ്റിമേറ്റുകളുടെ കാര്യം പറയുന്ന സമയത്ത് പ്രീവിയസ് ഇയറിലുള്ള അതേ എസ്റ്റിമേറ്റുകൾ തന്നെ ഓപ്പണിംഗ് മനസ്സിലായി, അതാണ് വേർഡ് ഞാൻ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞത്. ഓപ്പണിംഗ് IFRS സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കുമ്പോൾ, SOFP ഉണ്ടാക്കുമ്പോൾ, ഓപ്പണിംഗ് IFRS ഉണ്ടാക്കുമ്പോൾ, IFRS SOFP ഉണ്ടാക്കുമ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യണം? പഴയത് തന്നെ തൽക്കാലം യൂസ് ചെയ്യാം. ഓക്കെ, പക്ഷെ ഫസ്റ്റ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിലോട്ട് വരുന്ന സമയത്ത് നമ്മൾ അത് എന്ത് ചെയ്യും? ചേഞ്ചസ് വരുത്തും കേട്ടോ. ദെൻ ട്രാൻസിഷൻ പ്രോസസ്. നമ്മൾ എന്തൊക്കെയാണ് ഒരു പഴയ അക്കൗണ്ടിങ് സിസ്റ്റത്തിൽ നിന്നും പുതിയ അക്കൗണ്ടിങ് സിസ്റ്റത്തിലോട്ട് വരുമ്പോൾ മാറ്റേണ്ടത്? എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്? ഒന്ന്, അക്കൗണ്ടിങ് പോളിസീസിൽ ചേഞ്ച് വരും. ഓക്കെ, കാരണം പഴയ ഗ്യാപ്പിലുള്ള അക്കൗണ്ടിങ് പോളിസീസ് IFRSുമായിട്ട് ഒത്തുപോകുന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അതിനെ ചേഞ്ച് ചെയ്യും. അതിനെന്ത് ചെയ്യും? നമ്മൾ ചേഞ്ച് ചെയ്യും. ഓക്കെ, the entity should select accounting policies that comply with IFRS accounting standard effective at the end of first IFRS period. These accounting policies are used in the opening IF statement of financial position and throughout all period presented. The entity does not apply different versions of IFRS accounting standards effective at an earlier date. എന്താ പറഞ്ഞേ? entity should select accounting policies that comply with IFRS. ഞാൻ പറഞ്ഞല്ലേ, IFRS accounting standardsുമായിട്ട് എന്ത് ചെയ്യുന്നത്? ലൈക്ക് കംപ്ലൈ ആവുന്ന അക്കൗണ്ടിങ് പോളിസീസ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, ദെൻ അടുത്തത് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? IFRS ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ ടൈപ്പ് ഓഫ് അസറ്റുകളും ലാബിലിറ്റീസും. ഓക്കെ, ഇപ്പൊ പ്രീവിയസ് ഗ്യാപ്പിൽ അങ്ങനെ പറയുന്നതാണ് കറക്റ്റ്. പ്രീവിയസ് ഗ്യാപ്പിൽ ചിലപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ടാവും? IFRSൽ സമ്മതിക്കാതെ, IFRSൽ അസറ്റ് ആയിട്ട് കാണിക്കാൻ പറ്റാത്ത സാധനങ്ങളൊക്കെ അസറ്റ് ആയിട്ട് കാണിച്ചിട്ടുണ്ടാവും. ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ ഗുഡ്വില്ല്. നമ്മൾ നോർമലി എന്ത് ചെയ്യാറില്ല? ഗുഡ്വില്ല് IFRSൽ ഇന്റേണലി ജനറേറ്റഡ് ഗുഡ്വില്ല് എന്ന് പറയും. ഒരു കമ്പനിയുടെ ഇന്റേണലി ജനറേറ്റഡ് ഗുഡ്വില്ല് നമ്മൾ ഒരു അസറ്റ് ആയിട്ട് കാണിക്കാറില്ല. എന്താണ് ഇന്റേണലി ജനറേറ്റഡ് ഗുഡ്വില്ല് സാറേ? അതായത് നിങ്ങളൊരു കമ്പനി തുടങ്ങി, ആ കമ്പനി നന്നായിട്ട് വളർന്നു, ആൾക്കാരുടെ ഇടയിൽ ഒരു വില ഉണ്ടാവുമല്ലോ. ഓക്കെ, സോ ആ വിലയാണ് നമ്മൾ ഗുഡ്വില്ല് എന്ന് പറയാറ്. അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? വാല്യൂ. ഇപ്പൊ നിങ്ങൾക്ക് മറ്റൊരാളുടെ മുന്നിൽ എത്ര വിലയുണ്ടെന്ന് നിങ്ങൾക്ക് വാല്യൂ ചെയ്യാൻ പറ്റുമോ? വാല്യൂ ചെയ്യാൻ പറ്റില്ല, ശരിയല്ലേ? അതായത് ഒരു റിലയബിൾ ആയിട്ട് വാല്യൂ ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് IFRSൽ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? ഗുഡ്വില്ല് ഒരു അസറ്റ് ആയിട്ട് കാണിക്കാൻ പാടില്ല. ഓക്കെ, പക്ഷെ ചില ഗ്യാപ്പുകളിൽ അല്ലെങ്കിൽ ചില ഗ്യാപ്പിൽ എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ പ്രീവിയസ് ഗ്യാപ്പിൽ നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഗുഡ്വിൽ ഒരു ഇൻടാഞ്ചിബിൾ അസറ്റ് ആയിട്ട് കാണിച്ചിട്ടുണ്ടെങ്കിൽ, ഇന്റർണലി ജനറേറ്റഡ് ഗുഡ്വിൽ, നിങ്ങൾക്ക് വാങ്ങിയ ഗുഡ്വില്ലാണ്. നിങ്ങൾ ഒരു കമ്പനീനെ അക്വയർ ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? ആ കമ്പനിയുടെ പബ്ലിക് ഇമേജിനും കൂടെ ആണല്ലോ പേ ചെയ്യുക. ആ എമൗണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? കാണിക്കാം. അല്ല, ഇന്റർണലി ജനറേറ്റഡ് ഗുഡ്വിൽ നിങ്ങൾക്ക് കാണിക്കാൻ പറ്റില്ല. അപ്പോൾ പ്രീവിയസ് ഗ്യാപ്പ് അല്ലെങ്കിൽ പ്രീവിയസ് അക്കൗണ്ടിങ് സിസ്റ്റത്തിൽ നിങ്ങൾ ഗുഡ്വിൽ കാണിച്ചിട്ടുണ്ട് എന്ന് വിചാരിക്കാം. ഗുഡ്വിൽ കാണിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് എന്ത് ചെയ്യണം? ഡീറെക്കഗ്നൈസ് ചെയ്യണം when coming to IFRS. Clear ആണോ? ക്ലിയർ? ആൻഡ് സ്റ്റാഫ് കോസ്റ്റ്, സ്റ്റാഫ് ട്രെയിനിങ്, റീലൊക്കേഷൻ കോസ്റ്റുകൾ, ഇതൊന്നും
നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ആസ് പെർ IFRS ഇതൊന്നും ഇൻടാഞ്ചിബിൾ അസറ്റ് ആയിട്ട് കാണിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? റെക്കഗ്നൈസ് ചെയ്യേണ്ടി വരും പുതിയ IFRS സിസ്റ്റത്തിലോട്ട് വരുമ്പോൾ, പ്രീവിയസിൽ നിന്നും പുതിയതിലോട്ട് വരുന്ന സമയത്ത്. പിന്നെ റെക്കഗ്നീഷൻ ഓഫ് ന്യൂ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ്, ഇനി ഇതുപോലെ തന്നെ നേരെ തിരിച്ചുണ്ടാവാം. അതായത് പഴയതിൽ റെക്കഗ്നൈസ് ചെയ്യാത്ത പല അസറ്റും ലയബിലിറ്റീസും IFRS പ്രകാരം റെക്കഗ്നൈസ് ചെയ്യണമെന്ന് വിചാരിക്കുക. അപ്പൊ നമ്മളിത് റെക്കഗ്നൈസ് ചെയ്യണം. എക്സാമ്പിൾ ഡെഫേർഡ് ടാക്സ്. എന്താ ഡെഫേർഡ് ടാക്സ് എന്ന് പറഞ്ഞാൽ അറിയോ? അറിയില്ലെങ്കിൽ നമ്മൾ പഠിക്കും കേട്ടോ. ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മതി. നമ്മൾ എന്ത് ചെയ്യണം? പുതിയ അസറ്റ് ലയബിലിറ്റീസ് ഒക്കെ റെക്കഗ്നൈസ് ചെയ്യേണ്ടി വരും. അടുത്തത് റീക്ലാസിഫിക്കേഷൻ ഓഫ് അസറ്റ് ആൻഡ് ലയബിലിറ്റീസ്. ചിലതൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും? കറണ്ട് നോൺ കറണ്ട് ആയിട്ടും നോൺ കറണ്ട് കറണ്ട് ആയിട്ട്, എന്താ കറണ്ട് നോൺ കറണ്ട് മോർ ദാൻ 12 മന്ത്സിലോട്ടുള്ളതാണ് നോൺ കറണ്ട്, ലെസ് ദാൻ 12 മന്ത്സിലോട്ട് വാങ്ങി വെച്ചിരിക്കുന്ന അസറ്റ് ആണ് എന്താ കറണ്ട്, ആൻഡ് മോർ ദാൻ 12 മന്ത് പീരീഡിലോട്ടുള്ള ലയബിലിറ്റീസ് ആണ് നോൺ കറണ്ട് ലയബിലിറ്റീസ്, ലെസ് ദാൻ 12 മന്ത് പീരീഡിലോട്ടുള്ളതാണ് എന്തെന്ന് പറയുന്നത്? കറണ്ട് ലയബിലിറ്റീസ് എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഇതിന്റെ ക്ലാസിഫിക്കേഷനിൽ എന്തെങ്കിലുമൊക്കെ ചേഞ്ച് ഉണ്ടാവും. അതായത് പഴയത് പ്രകാരം ചിലപ്പോൾ ലോൺ നമ്മൾ നോർമലി എന്താ വിചാരിക്കാറ്? ഒരു 10 കൊല്ലത്തേക്ക് എടുത്ത ലോണാണ്. ഓക്കെ, സോ 10 കൊല്ലത്തേക്ക് എടുത്ത ലോൺ ആക്ച്വലി നോൺ കറന്റ് ലാബിലിറ്റി ആണ്, മോർ ദാൻ 12 മന്ത്സിലോട്ടുള്ളതല്ലേ. പക്ഷെ പ്രീവിയസ് അക്കൗണ്ടിംഗ് സിസ്റ്റം പ്രകാരം നിങ്ങൾ മേ ബി അത് കറന്റ് ലാബിലിറ്റി ആയിട്ട് റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ടാവോ? നിങ്ങൾ വിചാരിച്ചു അടുത്ത കൊല്ലം അടച്ചു വെച്ചേക്കാം, അങ്ങനെയൊക്കെ വിചാരിച്ച് ചിലപ്പോൾ ചെയ്തു വെച്ചിട്ടുണ്ടാവും. നമ്മളത് പുതിയ IFRSലോട്ട് വരുന്ന സമയത്ത് ഇത് പ്രോപ്പർ ആയിട്ട് എന്ത് ചെയ്യണം? നോൺ കറന്റിലോട്ടൊക്കെ കിട്ടണം. അങ്ങനെ ക്ലിയർ ആണോ? എന്തൊക്കെയാ പറഞ്ഞേ? അക്കൗണ്ടിംഗ് പോളിസീസ് സെലക്ട് ചെയ്യണം, അതുപോലെ തന്നെ ഡീറെക്കഗ്നൈസേഷൻ ഓഫ് അസറ്റ്, റെക്കഗ്നിഷൻ ഓഫ് ന്യൂ അസറ്റ്സ്, റീക്ലാസിഫിക്കേഷൻ. റെക്കഗ്നിഷൻ, ഡീറെക്കഗ്നിഷൻ, റീക്ലാസിഫിക്കേഷൻ ആൻഡ് അക്കൗണ്ടിംഗ് പോളിസീസ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എന്തിലോട്ട് മാറുമ്പോൾ ചെയ്യാറ്? ഒരു പുതിയ അക്കൗണ്ടിംഗ് സിസ്റ്റത്തിലോട്ട് മാറുമ്പോൾ ചെയ്യാറ്. ഒന്ന് വായിച്ചു നോക്കി മക്കളെ. വായിക്കാൻ പറയുമ്പോൾ വായിക്കണം കേട്ടോ. ഡൗട്ട് ചോദിച്ചേ. എനി ഡൗട്ട്സ്? സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ചിലപ്പോൾ ചില വേർഡുകളും കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ടാവും. ഡോണ്ട് വറി, നിങ്ങൾ കുറച്ചും കൂടെ ഓക്കെ ഒരു ഗീമി ഒരു 2, 3, 4, 5 ക്ലാസ്സും കൂടെ മുന്നോട്ട് പോട്ടെ. ഒരു സ്റ്റാൻഡേർഡ് ഒക്കെ ഒന്ന് സ്റ്റാർട്ട് ചെയ്യട്ടെ. ഓക്കെ, സ്റ്റാൻഡേർഡ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് ഒരു 2, 3 സ്റ്റാൻഡേർഡ് ഒക്കെ തീരുമ്പോൾ നിങ്ങൾക്ക് ഇത് കുറേശ്ശെ കത്താൻ തുടങ്ങും. എന്താണ് സാറ് തിയറി ഇതിൽ? നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ജസ്റ്റ് എല്ലാ കാര്യങ്ങളും വായിക്കുക, മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അത്രയും മനസ്സിലാവാത്തുണ്ടെങ്കിൽ ചോദിച്ചോ, പറഞ്ഞുതരാം. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ഈ ഒരു സ്റ്റാൻഡേർഡുകളൊക്കെ എടുത്ത് തുടങ്ങിയിട്ട് ഈ ചാപ്റ്റേഴ്സ് വീണ്ടും വന്ന് വായിച്ചു നോക്കിയേ, അയ്യേ ഇത് ഇത്ര ഉണ്ടായിരുന്നുള്ളൂ എന്ന് നിങ്ങൾ തന്നെ വിചാരിക്കും. ഓക്കെ, കാരണം എനിക്കിതെല്ലാം കേട്ട് പരിചയമായതുകൊണ്ട് ഇതൊക്കെ പറയുമ്പോൾ സിമ്പിൾ ആണ്. പക്ഷെ നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഇതൊക്കെ എന്താണ് ഇപ്പൊ ഇത്, ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ എന്നൊക്കെ തോന്നും. അത് വേറെ ഒന്നും കൊണ്ടല്ല, ഞാൻ പറഞ്ഞ ഇപ്പൊ ഇവിടെ കണ്ട പുതിയ ഇതൊക്കെ നമ്മൾ പഠിക്കാൻ പോകുന്നുള്ളൂ. ഈ പഠിക്കാൻ പോകുന്നതിനെ കുറിച്ച് ഇപ്പൊ തന്നെ പറഞ്ഞ എങ്ങനെയാ? ശരിയല്ലേ? നിങ്ങൾക്ക് ഇവിടെ തന്നെ പല ഡൗട്ടുകൾ ഉണ്ടാവും. അതെന്താ ഇപ്പൊ റിസർച്ച് ഒക്കെ ഇൻടാഞ്ചിബിൾ അസറ്റ് അല്ലേ? ഓക്കെ, അതൊക്കെ നമ്മൾ ആ സ്റ്റാൻഡേർഡ് പഠിക്കുമ്പോൾ പറയും. അപ്പോൾ ഇപ്പൊ എക്സാമ്പിൾ ഇപ്പൊ റിസർച്ച് നമ്മൾ നോർമലി ഇപ്പൊ റിസർച്ചും ഡെവലപ്മെന്റ് കോസ്റ്റ്, ഇങ്ങനെ നമ്മൾ പറയും റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് കോസ്റ്റ് എന്നൊക്കെ. ഇപ്പൊ ഇൻടാഞ്ചിബിൾ അസറ്റിലോട്ട് വരുന്ന സമയത്ത് നമ്മൾ റിസർച്ച് കോസ്റ്റ് ഒക്കെ എക്സ്പെൻസ് ആയിട്ടും ഡെവലപ്മെന്റ് കോസ്റ്റ് തന്നെ ഒരു പെർട്ടിക്കുലർ പോയിന്റ് മുതൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യാറുള്ളൂ? അതൊരു അസറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാറുള്ളൂ. അതാണ് ആ സ്റ്റാൻഡേർഡ് പറയുന്നത്. അപ്പൊ അതാണ് പറഞ്ഞപ്പോൾ പ്രീവിയസ്ലി മേ ബി റിസർച്ച് എക്സ്പെൻസ് എന്ത് ചെയ്തിട്ടുണ്ടാവാം? മേ ബി ഒരു ഇൻടാഞ്ചിബിൾ അസറ്റ് ആയിട്ട് നിങ്ങൾ വിചാരിക്കുന്ന പോലെ കൺസിഡർ ചെയ്തിട്ടുണ്ടാവും. പക്ഷെ IFRS പറയുമ്പോൾ ഇവിടെ കുറച്ച് എന്തുണ്ട്? റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട് അല്ലെ? സോ അതാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അപ്പൊ അത് പ്രകാരം നോക്കുന്ന സമയത്ത് നമുക്ക് ഇത് എന്ത് ചെയ്യാൻ പറ്റില്ല? ആ ഒരു അസറ്റ് ആയിട്ട് കാണിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ ഡീറെക്കഗ്നൈസ് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പൊ അങ്ങനെ പല കാര്യങ്ങളും നിങ്ങൾക്ക്. പിന്നെ അതുപോലെ ഈ എൻവയോൺമെന്റൽ ആൻഡ് ഡീകമ്മീഷനിങ് കോസ്റ്റ്, അതായത് അതെന്നാ വെച്ച് കഴിഞ്ഞാലേ ഇപ്പൊ എക്സാമ്പിള് ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു തരാണ്, നിങ്ങൾ എന്തായാലും ഇത് വീണ്ടും പഠിക്കും. അതായത് നമ്മൾ PPE റെക്കഗ്നൈസ് ചെയ്യൂലേ? PPE ഇപ്പൊ നമ്മളൊരു അസറ്റ് വാങ്ങി, ഒരിക്കലും ഒരു പ്ലാന്റ് വാങ്ങി. ഓക്കെ, ഈ പ്ലാന്റ് റെക്കഗ്നൈസ്, ഇപ്പൊ പ്ലാന്റ് മേടിച്ചൊരു 10 ലക്ഷത്തിനാണ്. നമ്മൾ SOFPയില് ബാലൻസ് ഷീറ്റില് നമ്മൾ പ്ലാന്റ് എന്ന് പറഞ്ഞിട്ട് 10 ലക്ഷം മാത്രമല്ല കാണിക്കുക. ഓക്കെ, അതിന് ഫ്യൂച്ചറിൽ മേ ബി ആ പ്ലാന്റ് അവിടുന്ന് എടുത്ത് കളയാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ ആ പ്ലാന്റ് ഡീകമ്മീഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചെലവ് വരും. ഓക്കെ, അതും കൂടി ഇൻക്ലൂഡ് ചെയ്യും. മേ ബി 1 ലക്ഷം വരുമായിരിക്കും ഫ്യൂച്ചർ കോസ്റ്റ്. അതിന്റെ പ്രസന്റ് വാല്യൂ ചിലപ്പോൾ ഒരു 60,000 രൂപ, അതിന്റെ പ്രസന്റ് വാല്യൂ 60,000. അപ്പോൾ 10,60,60,000 ആയിരിക്കും നമ്മൾ അസറ്റ് ആയിട്ട് കാണിക്കുക. അതൊക്കെ നമ്മൾ പഠിക്കും. അപ്പോൾ അതൊക്കെ നിങ്ങൾ ചിലപ്പോൾ അതാൻ പറഞ്ഞ. പിന്നെ അതുപോലെ ഡെഫേർഡ് ടാക്സ് എന്ന് പറയുന്ന വേർഡ് മേ ബി നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല. ഓക്കെ, അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കും കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഇതൊന്നും കൂടെ ക്ലിയർ ആവും എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. Then അടുത്ത ഏരിയ, മെയിൻ എക്സംഷൻസ് ഫ്രം അപ്ലൈയിങ് IFRS അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ഇൻ ദി ഓപ്പണിംഗ് IFRS. അതായത് ചില കാര്യങ്ങളിൽ നമ്മൾ പറഞ്ഞല്ലോ ഓപ്പണിംഗ് IFRSലാണ് കേട്ടോ, അല്ലാണ്ട് എന്തിലല്ല. ഫസ്റ്റ് IFRS ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിലല്ല, ഓപ്പണിംഗ്.
ഓപ്പണിംഗ് IFRS ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ ചില കാര്യങ്ങൾക്കൊക്കെ എന്തുണ്ട് നമ്മൾ പറഞ്ഞത് ജസ്റ്റ് ഒരു ഫസ്റ്റത്തെ ഒരു കമ്പാരബിൾ പീരീഡ് ഉണ്ടാക്കുകയാണ്, അല്ലെങ്കിൽ ഫസ്റ്റത്തെ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് മാത്രമാണ് അത്. അപ്പൊ തന്നെ നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യില്ല, ഭയങ്കര റിജിഡ് ആയിട്ട് ഭയങ്കര നിർബന്ധമായിട്ടും നമ്മൾ അതിൽ ഇംപ്ലിമെന്റ് ചെയ്യൂല. ചില കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യും, എക്സെപ്റ്റ് ചെയ്യും, ഒഴിവാക്കി വിടും. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന് PP ആൻഡ് ഇൻടാഞ്ചിബിൾ അസറ്റ് റെക്കഗ്നിഷനിലാണ്. ഓക്കെ, അതായത് fair value or previous gap revaluation may be used as a substitute for cost at the date of transition to IFRS accounting standards. അതായത് PP എല്ലാം IFRS അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് പ്രകാരം മോസ്റ്റ്ലി കോസ്റ്റിലാണ് കാണിക്കുക. ഓക്കെ, അപ്പോ എക്സാമ്പിൾ, ഒരു പ്ലാന്റ് 2002 ഈ കമ്പനി 1 ലക്ഷം രൂപയ്ക്ക് മേടിച്ച, എത്ര രൂപ മേടിച്ചിരിക്കുന്നത്? 1 ലക്ഷം. ദെൻ 2020 ആണ് നമ്മുടെ പ്രീവിയസ് ഗ്യാപ്പ് ഉള്ള അക്കൗണ്ടിങ് പീരീഡ്. 2021 ആണ് നമ്മുടെ ഓപ്പണിംഗ് IFRS പീരീഡ്. അപ്പൊ ഇത് രണ്ടും ബാലൻസ് ഷീറ്റ് ആണ്. സോ 2022 ബാലൻസ് ഷീറ്റും കൂടെ ഉണ്ടാക്കാം. 2022 ഈ പ്ലാന്റ് കാണിച്ചേക്കുന്ന എത്രയ്ക്കായിരിക്കും? 1 ലക്ഷം രൂപയ്ക്കായിരിക്കും. ഓക്കെ, 2020 വന്നപ്പോഴേക്കും മേ ബി ഈ പ്ലാന്റ് ഡിപ്രീസിയേഷൻ ഒന്നുമല്ല. അതായത് നമ്മൾ എല്ലാ കൊല്ലവും എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ അസറ്റുകളുടെ ഫെയർ വാല്യൂ നോക്കിക്കൊണ്ടിരിക്കും. അതായത് മാർക്കറ്റ് വാല്യൂ ഉണ്ടാവുമല്ലോ. ഇപ്പൊ ആപ്പിളിന്റെ ഫോണിന് എല്ലാ കൊല്ലം ഒരേ മാർക്കറ്റ് വാല്യൂ ആയിരിക്കും. അതിങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കും, ചില സമയത്ത് ചില മോഡലുകൾക്ക് കൂടിക്കൊണ്ടിരിക്കും. അതായത് മാർക്കറ്റ് വാല്യൂ അല്ലെങ്കിൽ ഫെയർ വാല്യൂ എന്ന് പറയും. സോ ഈ ഫെയർ വാല്യൂ പ്രകാരം ഇതിന് മേ ബി 1,50,000 ആയിരിക്കും ഇപ്പൊ വാല്യൂ. കാരണം മാർക്കറ്റിൽ ഇവിടെ ആരുടെ ഇല്ലാത്ത റയർ ആയിട്ടുള്ള പ്ലാൻ ആണ്, ഭയങ്കര ഡിമാൻഡാണ്. അപ്പോൾ 1,50,000 ആയിരിക്കും. അപ്പൊ ബാലൻസ് ഷീറ്റിൽ കാണിച്ചിരിക്കുന്നതിற்கு 1,50,000 ആയിരിക്കും. അപ്പൊ നമ്മൾ ഓപ്പണിംഗ് IFRS ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ഈ 1,50,000 ആയിരിക്കും ഇതിന്റെ കോസ്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. എന്തായിട്ട്? ഇത് ശരിക്കും എന്താ, ഫെയർ വാല്യൂ ആണ്, കോസ്റ്റ് ആണോ? ഇല്ല, കോസ്റ്റ് ശരിക്കും എത്രയാ? 1 ലക്ഷമാണ്. പക്ഷെ നമ്മൾ ഓപ്പണിംഗ് IFRS ഉണ്ടാക്കുമ്പോൾ പ്രീവിയസ് അക്കൗണ്ടിങ് സിസ്റ്റത്തിൽ എത്രയാണ് ആ പ്ലാന്റിന്റെ വാല്യൂ കാണിച്ചേക്കുന്നതെങ്കിൽ അതായിരിക്കും കോസ്റ്റ് ആയിട്ട് കാണിക്കുക. എങ്ങനെ, ആ വേർഡ് ഒന്നുകൂടെ ഞാൻ പറഞ്ഞാൽ ശ്രദ്ധിക്കണം. പ്രീവിയസ് അക്കൗണ്ടിങ് സിസ്റ്റത്തിൽ എത്രയാണോ അമൗണ്ട് കാണിച്ചിരിക്കുന്നത്, അമൗണ്ട് മേ ബി ഫെയർ വാല്യൂ ആയിരിക്കാം, കോസ്റ്റ് ആയിരിക്കാം, വാട്ടെവർ, ഡിപ്രിസിയേഷൻ ഒക്കെ കുറച്ച് അമൗണ്ട് ആയിരിക്കാം, വാട്ടെവർ, എത്രയാണോ കാണിച്ചേക്കുന്നത് ആ അമൗണ്ട് ആയിരിക്കും നമ്മൾ ഇവിടെ എന്തായിട്ട് എടുക്കുന്നത്, കോസ്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. എന്താ സാറേ കോസ്റ്റ് എന്ന് ഇങ്ങനെ എഴുതുന്നതല്ലേ ഉള്ളൂ. ശരിയാണ്, 1,50,000 എന്ന് പേരെഴുതുന്നേ ഉള്ളൂ. പക്ഷെ നമ്മൾ ഈ 1,50,000 വെച്ചിട്ടായിരിക്കും എന്താ നമ്മുടെ ഡിപ്രീസിയേഷൻ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ കോസ്റ്റ് മൈനസ് റെസിജ്വൽ വാല്യൂ അല്ലെങ്കിൽ സ്ക്രാപ്പ് വാല്യൂ ഡിവൈഡഡ് ബൈ യൂസ്ഫുൾ ലൈഫ് അല്ലെ. അപ്പൊ കോസ്റ്റ്, ആ കോസ്റ്റ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് എത്രയായിരിക്കും? 1,50,000 ആയിരിക്കും. അതായത് ഇതിനെ നമ്മൾ ഇനി മുതൽ എന്താ കൺസിഡർ ചെയ്യുക, എന്തായിട്ട് കൺസിഡർ ചെയ്യുക? കോസ്റ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുക എന്നാ പറയുന്നത്. ഓക്കെ, സോ മേ ബി യൂസ്ഡ് ആസ് എ സബ്സ്റ്റിറ്റ്യൂട്ട്. എപ്പോഴും യൂസ് ചെയ്യില്ല, സംടൈംസ്. പിന്നെ ബിസിനസ് കോമ്പിനേഷൻ, നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഈ വേർഡ് ബിസിനസ് കോമ്പിനേഷൻ? ഇതൊക്കെ പഠിക്കാനുള്ളതാ. പക്ഷെ ഈ തിയറി ചാപ്റ്ററിൽ ഇതിനെ കുറിച്ചൊക്കെ പറഞ്ഞേക്കോ. സത്യം പറഞ്ഞ തിയറി അവസാനം എടുത്താൽ മതിയായിരുന്നു. ഓക്കെ അല്ലേ? ഓക്കെ, പക്ഷെ കുഴപ്പമില്ല. അതൊക്കെ കഴിഞ്ഞിട്ട് ഒന്നും കൂടെ വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് മനസ്സിലാവും. സോ ബിസിനസ് കോമ്പിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു വലിയൊരു കമ്പനി, ഇപ്പോൾ നമ്മുടെ എലോൺ മസ്കിന്റെ മറ്റേ കമ്പനിയുടെ പേരെന്തായിരുന്നു? സ്പേസ് എക്സ് അല്ലേ. സോ സ്പേസ് എക്സ് എന്ത് ചെയ്തു? നമ്മളെ ട്വിറ്റർ എന്ന് പറയുന്ന കുഞ്ഞു കമ്പനീനെ ഏറ്റെടുത്തു. ശരിയല്ല? അപ്പോൾ ഈ സ്പേസ് എക്സിനെ നമുക്ക് വേണമെങ്കിൽ പാരന്റ് കമ്പനി എന്നും ട്വിറ്ററിനെ സബ്സിഡറി കമ്പനി എന്നും വിളിക്കാം. മനസ്സിലായോ? അപ്പോൾ ഇവരിങ്ങനെ പാരന്റ് സബ്സിഡറി ആയതുകൊണ്ട് തന്നെ IFRS പ്രകാരം നമുക്ക് ഇവർക്ക് വേണ്ടിയിട്ട് ഒരു ഒറ്റ ബാലൻസ് ഷീറ്റ് ഉണ്ടാക്കും. ഇതിനെ വിളിക്കുന്ന പേരാണ് കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് എന്നുള്ളത്. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഉള്ളിൽ ഇപ്പോൾ PP എന്ന് പറഞ്ഞ് നമ്മൾ കാണിക്കുന്ന അമൗണ്ട് എന്ന് പറയുന്നത് നമ്മുടെ സ്പേസ് എക്സിന്റെയും പ്ലസ് നമ്മുടെ ട്വിറ്ററിന്റെയും കൂടെ PP ആയിരിക്കും. അങ്ങനെ എല്ലാ അസറ്റും ലാബിലിറ്റീസ് നമ്മൾ രണ്ട് കമ്പനികളുടെയും കൂടെ കാണിച്ചിട്ട് ഒറ്റ ബാലൻസ് ഷീറ്റ് SOP-യിലൊക്കെ ഉണ്ടാക്കും. ഓക്കെ, ആ ഒരു പരിപാടിക്കാണ് സത്യം പറഞ്ഞാൽ ബിസിനസ് കോമ്പിനേഷൻ എന്ന് പറയാറ്. ഓക്കെ, സോ ബിസിനസ് കോമ്പിനേഷനിൽ സത്യം പറഞ്ഞ ഒരു പാരന്റ്, സബ്സിഡറി, അസോസിയേറ്റ് ആണെങ്കിൽ അസോസിയേറ്റ്, ജോയിന്റ് അറേഞ്ച്മെന്റ്സ്, ജോയിന്റ് വെഞ്ചേഴ്സ് ഒക്കെ ഉണ്ടാവും. ഓക്കെ, സോ വാട്ടെവർ, ബേസിക് ആയിട്ട് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതിൽ കുറച്ച് കാര്യങ്ങൾ നോക്കാം നമുക്ക് എന്തൊക്കെയാണെന്നുള്ളത്. ഫോർ ബിസിനസ് കോമ്പിനേഷൻ പ്രയർ ടു ദ ഡേറ്റ് ഓഫ് ട്രാൻസിഷൻ ടു IFRS accounting standards,
the same classification, acquisition or uniting of interest is retained as under previous. അതായത് കഴിഞ്ഞ കൊല്ലം എങ്ങനെയാണോ സബ്സിഡറീസിനെ കാണിച്ചേക്കുന്നത് അതുപോലെ തന്നെയാണ് ഈ കൊല്ലം കാണിക്കുക. ഇതൊക്കെ ഞാൻ ജസ്റ്റ് പറഞ്ഞു പോകുന്നേ ഉള്ളൂ. അതൊക്കെ നമുക്ക് ബിസിനസ് കോമ്പിനേഷൻ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവേ. എന്നിട്ട് ആ ടൈമിൽ നിങ്ങൾ എന്നെ ഒന്ന് ഓർമ്മിപ്പിക്കും ഞാൻ എന്ത് ചെയ്യാം, ഇതിലോട്ട് ബാക്കിലോട്ട് വരാം. ഓക്കെ. Then for items requiring cost measure, ചിലപ്പോൾ ഈ ഒരു പാരന്റ് സബ്സിഡി രീതിയിൽ ചിലത് കോസ്റ്റ് മെഷർ വേണ്ടി വരും. ആ കോസ്റ്റ് മെഷർ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കഴിഞ്ഞ കൊല്ലം എന്താണോ നമ്മൾ ഉപയോഗിച്ചേക്കുന്ന അമൗണ്ട് അതായിരിക്കും ഈ കൊല്ലം എന്ത് ചെയ്തത്, ക്യാരിങ് അമൗണ്ട്, പ്രീവിയസ് ഗ്യാപ്പിലെ ക്യാരിങ് അമൗണ്ട് ആയിരിക്കും നമ്മൾ എന്തായിട്ട് മനസ്സിലാക്കുന്നത്, ഈ കൊല്ലത്തെ കോസ്റ്റ് ആയിട്ട് എടുക്കുന്നത്. പിന്നെ ഫെയർ വാല്യൂ മെഷർ വേണ്ട സാധനങ്ങളാണെങ്കിൽ അത് നമ്മൾ ഡേറ്റ് ഓഫ് ട്രാൻസിഷനിൽ നമ്മളൊന്ന് റീവാല്യൂ ചെയ്യും. പിന്നെ അതുപോലെ തന്നെ ഗുഡ്വിൽ. ഓക്കെ, ഗുഡ്വിൽ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ദ ക്യാരിങ് അമൗണ്ട് ഓഫ് ഗുഡ്വിൽ അറ്റ് ദി ഡേറ്റ് ഓഫ് ട്രാൻസിഷൻ. അതായത് നമ്മളിപ്പോൾ പാരന്റ് സബ്സിഡിനെ അക്യൂർ ചെയ്യുക, അപ്പോൾ പാരന്റ് പേ ചെയ്യുന്ന എന്തിനും കൂടെ വേണ്ടിയിട്ടായിരിക്കും, സബ്സിഡിയുടെ ഗുഡ്വില്ലിനും കൂടെ വേണ്ടിയിട്ടാണല്ലോ. അപ്പോൾ പർച്ചേസ്ഡ് ഗുഡ്വില്ല് ഒരു അസറ്റ് ആയിട്ട് കാണിക്കാന്ന് ഞാൻ നേരത്തെ പറഞ്ഞു തന്നായിരുന്നു. സോ ക്യാരിങ് അമൗണ്ട് ഓഫ് ദ ഗുഡ്വിൽ അറ്റ് ദി ഡേറ്റ് ഓഫ് ട്രാൻസിഷൻ ടു IFRS അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ഈസ് അമൗണ്ട് ആസ് റിപ്പോർട്ടഡ് അണ്ടർ ദി പ്രീവിയസ് ഗ്യാപ്പ്. സെയിം വേർഡാ പറയുന്നത്. അതായത് നമ്മൾ ഇത് ഗുഡ്വിൽ എത്ര കാണിക്കുക, കഴിഞ്ഞ പ്രീവിയസ് ഗ്യാപ്പിൽ എത്രയാണോ ഗുഡ്വിൽ കാണിച്ചിട്ടുള്ളത് അത് തന്നെ ഇക്കൊല്ലവും കാണിക്കും. നമ്മൾ ആ PPന്റെ കേസ് പറഞ്ഞ മാതിരി കഴിഞ്ഞ തൊട്ട് എത്രയാണോ കാണിച്ചിരിക്കുന്നത് അതായിരിക്കും ഇക്കൊല്ലം കോസ്റ്റ് ആയിട്ട് കാണിക്കുന്നത്. സെയിം. പിന്നെന്താ, ട്രാൻസ്ലേഷൻ റിസർവുകളെല്ലാം നമ്മൾ 0 ആയിട്ട് ഡീം ചെയ്യാറുണ്ട്. അത് മീൻസ് 0 ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. ദെൻ ഒരൊറ്റ കാര്യം ശ്രദ്ധിച്ചാൽ മതി, ഇഫ് എ സബ്സിഡറി അപ്ലൈസ് ദ എക്സെംഷൻ ഇൻ 4.1 ബിലോ. അതെന്താ 4.1 ബിലോ? ഇതാണ് 4.1 ബിലോ കേട്ടോ. Adoption of IFRS, ഇത് ആദ്യം വായിച്ചു തരാം. Adoption of IFRS by subsidiaries, associate or joint ventures. If a subsidiary, associate or joint venture adopts. എന്താ സാറേ ഈ സബ്സിഡറി ആൻഡ് അസോസിയേറ്റ്? സബ്സിഡറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോ സ്പേസ് എക്സ്, ഓക്കെ, ജസ്റ്റ് പറഞ്ഞാൽ ഇതൊക്കെ നമ്മൾ പഠിക്കും വീണ്ടും. സ്പേസ് എക്സ് ട്വിറ്ററിനെ മേടിച്ചു. ഈ ട്വിറ്ററിനെ മേടിച്ചത്, ട്വിറ്ററിന്റെ മോർ ദാൻ 50% ഷെയർ മേടിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കാം. അപ്പൊ നമ്മൾ ട്വിറ്ററിലെ കൺട്രോൾ ഉണ്ട് എന്ന് പറയും. അതുകൊണ്ട് തന്നെ ട്വിറ്ററിനെ ഒരു സബ്സിഡറി ആയിട്ട് പറയും. അതേസമയം സ്പേസ് എക്സ് ട്വിറ്ററിന്റെ ലെസ് ദാൻ 50% മേടിച്ചോളൂ എന്ന് വിചാരിക്കാം. ഒരു 20 to 50% ഷെയർ മേടിച്ചിട്ടുള്ളൂ എന്ന് വിചാരിക്കാം. അപ്പൊ ഇതിന് നമ്മൾ എന്തെന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ കൺട്രോൾ ഇല്ല, പക്ഷെ അവിടെ എന്തുണ്ട്, ഒരു സിഗ്നിഫിക്കൻസ് ഇൻഫ്ലുവൻസ് ഉണ്ടെന്ന് പറയും. സിഗ്നിഫിക്കന്റ് ഇൻഫ്ലുവൻസ് ഉണ്ടെന്ന് പറയും. സിഗ്നിഫിക്കന്റ് ഇൻഫ്ലുവൻസ് ഉണ്ടെന്ന് പറയും. ഇൻഫ്ലുവൻസർ എന്നൊക്കെ പറയില്ലേ. അപ്പൊ ഇൻഫ്ലുവൻസർ അല്ല, ഇൻഫ്ലുവൻസ് ഉണ്ടെന്ന് പറയും. ഓക്കെ, ഇതിനെയാണ് അസോസിയേറ്റ് എന്ന് പറയാറ്. പിന്നെ ജോയിന്റ് വെഞ്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സ്പേസ് എക്സും അതുപോലെ തന്നെ ട്വിറ്ററും കൂടെ ഒരു എ എന്ന് പറയുന്ന ഒരു സംഭവം തുടങ്ങി. സോ ഈ എ ആണ് എന്തെന്ന് പറയുന്നത്, ജോയിന്റ് വെഞ്ചേഴ്സ് എന്നൊക്കെ പറയുന്നത്. ഓക്കെ, സോ adopts an IFRS accounting standards later than its parent, then it measures its asset. അതായത് ആൾറെഡി ഒരു പാരന്റ് ഉണ്ട്. ഓക്കെ, ആ പാരന്റ് ആൾറെഡി റൺ ചെയ്യുന്ന എന്തിനാണ്, IFRS അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിലാണ്. പക്ഷെ സബ്സിഡറി, ഇപ്പൊ എക്സാമ്പിൾ നമ്മുടെ സ്പേസ് എക്സ് അക്കൗണ്ട് ചെയ്യുന്നത് IFRS പ്രകാരമാണ്. ട്വിറ്ററിന് ഇപ്പൊ മേടിച്ചിട്ടുള്ളൂ. ട്വിറ്റർ പക്ഷെ എന്തിലല്ലായിരുന്നു, IFRS അല്ലായിരുന്നു, US ഗാപ്പിലായിരുന്നു എന്ന് വിചാരിക്കും. എന്തിലായിരുന്നു, US ഗാപ്പ് അക്കൗണ്ടിങ് സിസ്റ്റത്തിലായിരുന്നു. അപ്പൊ ട്വിറ്ററിനെ ഒബ്വിയസ്ലി സ്പേസ് എക്സ് എന്ത് ചെയ്യും, IFRS അക്കൗണ്ടിങ് സിസ്റ്റത്തിലോട്ട് ആക്കും. ശരിയല്ലേ? അപ്പൊ അങ്ങനെ ആക്കുന്ന സമയത്ത്, ഓക്കെ, അങ്ങനെ ആക്കുന്ന സമയത്ത് രണ്ട് രീതിയിൽ ഇതിനെ മെഷർ ചെയ്യാം. ഒന്ന് വേണമെങ്കിൽ ട്വിറ്ററിനെ ഇങ്ങനെ ചിന്തിക്കുക, സ്പേസ് എക്സ്, അതായത് സ്പേസ് എക്സ് ആണല്ലോ നമ്മുടെ പാരന്റ് എന്ന് പറയുന്നത്, at the amount that would be included in the parent's consolidated financial statement based on the parent's date of transition. അതായത് ഇപ്പൊ സ്പേസ് എക്സ് IFRS അക്കൗണ്ടിങ് സിസ്റ്റത്തിലോട്ട് മാറിയിട്ട് അധികം ഒന്നും ആയിട്ടില്ല എന്ന് വിചാരിക്കാം. കഴിഞ്ഞ കൊല്ലാണ് അക്കൗണ്ടിങ് സിസ്റ്റത്തിലോട്ട് മാറിയത്. ഓക്കെ, ആ സമയത്ത് ട്വിറ്ററിന്റെ അമൗണ്ടുകളെല്ലാം എത്രയായിട്ട് സ്പേസ് എക്സിന്റെ ബുക്കിൽ കാണിക്കുമായിരുന്നോ അതിൽ കാണിക്കാം. ഓക്കെ, എങ്ങനെ ഒന്നുകൂടെ പറഞ്ഞുതരാം. സ്പേസ് എക്സ് ഇപ്പൊ യൂസ് ചെയ്യുന്ന ഏതാണ്, IFRS ആണ്. പക്ഷെ ഈ IFRSലോട്ട് മാറിയിട്ട് ഒരു കൊല്ലമായിട്ടുള്ളൂ. അപ്പൊ ഒരു കൊല്ലം മുന്നേ ഏതായിരുന്നു, പഴയ US ഗാപ്പ് ആയിരുന്നു. അപ്പൊ ആ ഒരു കൊല്ലം മുന്നേ, അതായത് സ്പേസ് എക്സ് IFRS ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ, ഓക്കെ, എന്താ പറയാ, ആ ഡേറ്റ് ഓഫ് ട്രാൻസിഷനിൽ ആണ് ട്വിറ്ററിനെ ഏറ്റെടുത്തിരുന്നെങ്കിൽ, എങ്കിൽ നിങ്ങൾ സ്പേസ് എക്സിന്റെ ബുക്കിൽ ട്വിറ്ററിനെ എത്രയിൽ കാണിക്കുമായിരുന്നോ, എത്ര അമൗണ്ടിൽ കാണിക്കുമായിരുന്നോ ആ അമൗണ്ടിൽ കാണിക്കാം. അല്ല, സ്പേസ് എക്സ് IFRSൽ ചിലപ്പോൾ ബിൽഡ് ചെയ്ത മുതൽ ഒരു 10-20 കൊല്ലം മുന്നേ വരെ, 10-20 കൊല്ലമായിട്ട് മുന്നെയാണ് IFRSലോട്ട് സ്പേസ് എക്സ് മാറിയിട്ടുള്ളതെന്ന് വിചാരിക്കാം. നമുക്ക് അത്രയും ബാക്കിലോട്ട് പോലും ഇമ്പോസിബിൾ ആണ് അല്ലെ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ, അതായത് സബ്സിഡറിയുടെ IFRS ട്രാൻസിഷനിലെ ഡേറ്റിലുള്ള അമൗണ്ട്സ് ബേസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, സബ്സിഡറിയുടെ അമൗണ്ടുകൾ കാണിക്കാം, അല്ലെങ്കിൽ അതിന്റെ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് മെഷർ ചെയ്യാം. ഓക്കെ, എക്സാമ്പിൾ മനസ്സിലാവാത്തിരിക്കും വേണ്ടി ഞാൻ പറയുന്നു, ഒന്നുകൂടെ പറയുന്നു.
അതായത് SOFP കൺസോളിഡേറ്റഡ് SOFP ഒരു PPE കാണിക്കണം. ഓക്കെ, സോ ട്വിറ്ററിന് PPE വാല്യൂ എന്ന് പറയുന്നത് 2 വാല്യൂ ഉണ്ട്. 2020 വാല്യൂ എന്ന് പറയുന്നത് 1000 ആണ്. 2021 വാല്യൂ 1200 ആണ്. സോ കൺസോളിഡേറ്റഡ് SOFP PPE വാല്യൂ കാണിക്കണം അല്ലെ. സോ നമ്മുടെ സ്പേസ് എക്സ് ആണല്ലോ ഇവർ വാങ്ങിയത്. സ്പേസ് എക്സ് IFRSലോട്ട് മാറിയത് 2020 വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇവിടെ ട്വിറ്ററിന്റെ PPE വാല്യൂ കാണിക്കാൻ പോകുന്നത് 1000 ആയിരിക്കും. കാരണം എന്താ, നമുക്ക് കഴിഞ്ഞ കൊല്ലത്തിലോട്ട് പോയിട്ട് പാരന്റിന്റെ ട്രാൻസിഷൻ ടൈമിലുള്ള, അതാണ് പറഞ്ഞത്, സ്പേസ് എക്സ് 2020 എന്തിലോട്ട് കൺവേർട്ട് ആയത്, കൺവേർട്ടഡ് ടു IFRS. ഓക്കെ, കൺവേർട്ട് ആയതെങ്കിൽ ആ ടൈമിൽ ട്വിറ്ററിന്റെ ഇതിന്റെ വാല്യൂ എത്രയായിരുന്നു അതെടുക്കാം. ഇനി അത് ഇമ്പോസിബിൾ ആണെന്ന് വിചാരിക്കുക, മേ ബി ഒരു 20 കൊല്ലം മുന്നേ 2000 മേ ബി സ്പേസ് എക്സ് IFRSലോട്ട് കൺവേർട്ട് ആയത്. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്ത് ചെയ്യാം, സബ്സിഡറി എന്നാണ് സബ്സിഡറി ആയിട്ട് മാറുന്നത്, പാരന്റ് അല്ലെങ്കിൽ സബ്സിഡറി എന്നാണ് ട്വിറ്റർ എന്നാണ് IFRSലോട്ട് മാറുന്നത് 2021. അപ്പൊ അന്നത്തെ വാല്യൂ എടുക്കുക, അതായത് 1200 എടുക്കുക. ഇപ്പൊ ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, സോ ഇതിൽ ഏതെങ്കിലും ഒരു രീതിയിലായിരിക്കും നമ്മൾ പുതിയ അല്ലെങ്കിൽ കൺസോളിഡേഷൻ ചെയ്യുന്നത്. ഇഫ് എ സബ്സിഡറി അപ്ലൈസ് ദ എക്സംഷൻ ഇൻ 4.1, അതായത് അവർ യൂസ് ചെയ്യുന്ന ഇതാണെന്ന് വിചാരിക്കുക, അതായത് ഇവർ ഇത് എക്സെപ്റ്റ് ചെയ്തു, പാരന്റിന്റെ ഡേറ്റ് ഓഫ് ട്രാൻസിഷനിലൊന്നും പോകാൻ പറ്റില്ല. സോ ഇവരെന്ത് ചെയ്യാണ്, സബ്സിഡറിയുടെ ഡേറ്റ് ഓഫ് ട്രാൻസിഷനിലെ വാല്യൂ ആണ് എടുക്കുന്നതെന്ന് വിചാരിക്കുക. Then subsidiary can instead choose to measure cumulative translation differences at the carrying amount that would be included in the parent's financial statement at the parent's date of transition. Okay, sorry, തിരിച്ചാണ്. Applies the exemption in 4.1 means അവരെന്ത് ചെയ്യാണ്, ഇതല്ല അവർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇതല്ല യൂസ് ചെയ്യുന്നെങ്കിൽ ഇതാണെങ്കിൽ യൂസ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഇവരെന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ 2020 ഓക്കെ, എന്താ ട്രാൻസ്ലേഷൻ ഡിഫറൻസ് അല്ല സാറേ, എന്താ ട്രാൻസ്ലേഷൻ ഡിഫറൻസ്? ട്രാൻസ്ലേഷൻ ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ ഞാൻ പറഞ്ഞുതരാം. ട്രാൻസ്ലേഷൻ ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് പറഞ്ഞുതരാം. ഓക്കെ, ട്രാൻസ്ലേഷൻ ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ഒരു ഡെപ്റ്റേഴ്സ് ഉണ്ട്, ക്യാഷ് കിട്ടാനുള്ള ആൾക്കാരാണ് ഡെപ്റ്റേഴ്സ് എന്ന് പറയാം. ഒരു 1000 രൂപ കിട്ടാനുണ്ട്. ഓക്കെ, പക്ഷേ എക്സ്ചേഞ്ച് റേറ്റ് മാറിയതിന്റെ പ്രകാരമായിട്ട് മേ ബി നിങ്ങൾക്ക് 1200 കിട്ടും. അതെന്താ സാറേ എങ്ങനെ 1200 കിട്ടുന്നേ? എക്സാമ്പിൾ ശ്രദ്ധിച്ചു കേട്ടോ, നിങ്ങൾ ഇന്ത്യൻ കമ്പനിയാണ്, നിങ്ങളൊരു ഇന്ത്യൻ കമ്പനിയാണ്, നിങ്ങൾക്ക് ഒരു 1000 രൂപ കിട്ടാനുണ്ട്, അതായത് ഒരു $100 കിട്ടാനുണ്ട് 2020. എത്ര കിട്ടാനുണ്ട്? $100. സോ ഈ $100 കൺവേർട്ട് ചെയ്തിട്ടാണ് നിങ്ങൾ 1000 ആക്കി വെച്ചിട്ടുള്ളത്. ഓക്കെ, ദെൻ എക്സ്ചേഞ്ച് റേറ്റ് മാറി, 2021 ആയപ്പോൾ എക്സ്ചേഞ്ച് റേറ്റ് മാറി. അപ്പൊ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ $100 തന്നെ നിങ്ങൾക്ക് കിട്ടുന്നത്, പക്ഷെ ഇപ്പോഴത്തെ എക്സ്ചേഞ്ച് റേറ്റ് വെച്ചിട്ട് $100 കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ 1200 കിട്ടും. അതായത് നിങ്ങൾക്ക് ഒരു കൊല്ലം കഴിയുമ്പോൾ 200 രൂപ എക്സ്ട്രാ കിട്ടും. പേയ്മെന്റ് ചെയ്യുന്ന ആൾ കൂടുതൽ പേയ്മെന്റ് ഒന്നും ചെയ്യുന്നില്ല, $100 തന്നെ പേയ്മെന്റ് ചെയ്യുന്നത്, പക്ഷെ നിങ്ങൾക്ക് 200 എക്സ്ട്രാ കിട്ടും. ഇതിനെയാണ് ട്രാൻസ്ലേഷൻ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ട്രാൻസ്ലേഷൻ പ്രോഫിറ്റ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഫോറിൻ ട്രാൻസാക്ഷൻ പ്രോഫിറ്റ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഈ ഫോറിൻ ട്രാൻസാക്ഷൻ പ്രോഫിറ്റ് കാണിക്കുന്നതിന്റെ കാര്യമാണ് അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഫോറിൻ ട്രാൻസാക്ഷൻ പ്രോഫിറ്റ് നമ്മൾ ഏതിൽ കാണിക്കുക? പാരന്റിന്റെ ഡേറ്റ് ഓഫ് ട്രാൻസിഷനിൽ കാണിക്കുക. ഏത് യൂസ് ചെയ്യുന്നെങ്കിൽ 1 ആണ് യൂസ് ചെയ്യുന്നെങ്കിൽ, ഇല്ല 2 യൂസ് ചെയ്യുന്നെങ്കിൽ 2 തന്നെ കാണിക്കുക. അത്രേ ഉള്ളൂ, ജസ്റ്റ് ഒരു പോയിന്റ് ആയിട്ട് പറയാനൊന്നുമില്ല. ഓക്കെ, ജസ്റ്റ് വായിച്ചു നോക്കാം, മനസ്സിലാക്കുക കേട്ടോ. ഓക്കെ, മനസ്സിലാവുന്നില്ലെങ്കിൽ ചോദിക്കുക. പിന്നെ വല്ലാണ്ട് ടൈം ഇൻവെസ്റ്റ് ചെയ്യല്ലേ കേട്ടോ, ഓവറായിട്ട് ടൈം ഇൻവെസ്റ്റ് ചെയ്യല്ലേ. ദെൻ അടുത്തത് ഡിസ്ക്ലോഷർ. ഇപ്പൊ IFRS ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകളെ പ്രിപ്പയർ ചെയ്യുമ്പോൾ വേറൊരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എല്ലാത്തിനും ഡിസ്ക്ലോഷർ. എന്താ സാറേ ഡിസ്ക്ലോഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതൊക്കെ ഉണ്ടാക്കുന്നത് ആർക്ക് വേണ്ടിയിട്ടാ? ഇൻവെസ്റ്റേഴ്സിന് വേണ്ടിയിട്ടല്ലേ. സോ ഈ ഇൻവെസ്റ്റേഴ്സിന് അക്കൗണ്ടിങ് നോളേജ് ഒന്നും അധികം ഉണ്ടാവില്ല. ഓക്കെ, അപ്പൊ ചില കാര്യങ്ങളൊക്കെ ഇപ്പൊ ഡിപ്രീസിയേഷന്റെ മീനിങ് പോലും ചിലപ്പോൾ അവർക്ക് അറിയണ്ടാവില്ല, അമോർട്ടൈസേഷന്റെ മീനിങ് അറിയണ്ടാവില്ല. അതുപോലെ തന്നെ എങ്ങനെ ഇപ്പൊ ഇവർ ഈ ഒരു ഫിഗറിലോട്ട് എത്തിപ്പെട്ടെന്ന് അവർക്ക് അറിയണ്ടാവില്ല. ഓക്കെ, അപ്പൊ അത്തരം കാര്യങ്ങളെ കുറിച്ച് നമ്മൾ എങ്ങനെയാണ് ഇത്തരം ഇതിലോട്ട് എത്തിപ്പെട്ടെ എന്നുള്ളതിനെ കുറിച്ച് ഒരു നോട്ട് നമ്മൾ എന്ത് ചെയ്യണം? IFRS അക്കൗണ്ടിങ് സിസ്റ്റത്തിൽ IFRS SO അല്ലെങ്കിൽ IFRS പ്രകാരമുള്ള SOPലും SOFP എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഇതിന്റെയൊക്കെ സൈഡിൽ ഒരു നോട്ട് കൊടുക്കും. അതിന്റെ പേരാണ് ഡിസ്ക്ലോഷർ നോട്ട്സ്. എന്ത് കൊടുക്കും? ഡിസ്ക്ലോഷർ നോട്ട്. എന്താ ഡിസ്ക്ലോഷർ നോട്ട്സിൽ ഉണ്ടാവുക? അക്കൗണ്ടിങ് ഇത് SOPലും SOFPയിലൊക്കെ ഉള്ള ഐറ്റംസിന്റെ
എങ്ങനെയാണ് ആ ഫിഗറിലോട്ട് എത്തി, അതിന്റെ കാൽക്കുലേഷൻസ്, അത്തരം കാര്യങ്ങൾ, അതിന്റെ അസംഷൻസ്, അങ്ങനത്തെ എസ്റ്റിമേറ്റുകൾ, ജഡ്ജ്മെന്റുകൾ, അങ്ങനെ ഇൻവെസ്റ്റേഴ്സിന് ഈ ഒരു അക്കൗണ്ടിങ് നമ്പേഴ്സ് വായിച്ചാൽ മനസ്സിലാവാൻ വേണ്ടിയിട്ടുള്ള അസിസ്റ്റിംഗ് ആയിട്ടുള്ള പോയിന്റുകളാണ് എന്തെന്ന് പറയുന്നത്, നമ്മൾ ഡിസ്ക്ലോഷർ നോട്ട്സ് എന്ന് പറയുന്നത്. A reconciliation of previous gap equity to IFRS accounting standard is required at the date of transition. എന്താണ് നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യേണ്ടതെന്ന് പറയുന്നത് കേട്ടോ. സോ നമ്മൾ IFRSലോട്ട് മാറുന്ന ടൈമിൽ നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യേണ്ട ഒരു കാര്യം, ഒരു റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ് നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യണം, അല്ലെങ്കിൽ നോട്ട്സ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ഡിസ്ക്ലോഷർ നോട്ട്സിൽ നമ്മൾ എന്ത് കാണിക്കണം, ഒരു റീകൺസിലിയേഷൻ കാണിക്കണം. എന്തിന്റെ റീകൺസിലിയേഷൻ? നമ്മുടെ പ്രീവിയസ് ഗ്യാപ്പിന്റെ ഇക്വിറ്റി ഏരിയ ഉണ്ടല്ലോ, അതായത് ഇക്വിറ്റി ഏരിയ മീൻസ് ഏതാ, ഷെയർ ക്യാപിറ്റൽ, ഷെയർ പ്രീമിയം, റിട്ടേൺ ഏർണിംഗ്സും വേഴ്സസ് നമ്മൾ ഇതിലോട്ട് മാറിയ ശേഷം ഡേറ്റ് ഓഫ് ട്രാൻസിഷനിലുള്ള ഒരു ഇക്വിറ്റി ഉണ്ടാവുമല്ലോ, ഷെയർ ക്യാപിറ്റൽ, ഷെയർ പ്രീമിയം, റേറ്റ്, ഇത് തമ്മിലുള്ള ഒരു റീകൺസിലിയേഷൻ നമ്മൾ എവിടെ കാണിക്കണം, നമ്മുടെ ഡിസ്ക്ലോഷർ നോട്ട്സിൽ കാണിക്കണം. ക്ലിയർ ആണോ? Then a reconciliation of P&L profit, a reconciliation of profit or loss for the most recent financial statements presented under the previous gap. അതുപോലെ തന്നെ പ്രീവിയസ് ഗ്യാപ്പിലുള്ള ആ ഒരു പ്രോഫിറ്റും ഈ കൊല്ലത്തെ അല്ലെങ്കിൽ IFRSലെ പ്രോഫിറ്റും തമ്മിലുള്ള ഒരു റീകൺസിലിയേഷനും കാണിക്കണം. അതൊക്കെ ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക, കൂടുതലായിട്ടൊന്നും തിങ്ക് ചെയ്യണ്ട. ഓക്കെ, ക്ലിയർ ആണോ? എനി ഡൗട്ട്സ്? No doubts? Then മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം, നോർമലി ഈ ഒരു ഏരിയ അത്ര അങ്ങനെ എക്സാമിനബിൾ അല്ല, ചോദിക്കാറ് കുറവ്, ഭയങ്കര കുറവാണ്. ലാസ്റ്റ് ചോദിച്ചേക്കുന്നത് ഡിസംബർ 2020-ലൊക്കെയാണ് 8, പക്ഷെ ചോദിക്കുമ്പോൾ 8 മാർക്ക് ചോദിച്ചു. സത്യം പറഞ്ഞാൽ ഇത് സർപ്രൈസ് ആയിട്ടൊക്കെ ചോദിക്കാറുള്ള ഏരിയ ആണ്, പക്ഷെ ഭയങ്കരമായിട്ട് ചോദിക്കൂ സാറേ, ഭയങ്കരമായിട്ടൊന്നും ചോദിക്കൂല. ഓക്കെ, ഞാൻ ക്ലാസ് കഴിയുന്ന സമയത്ത് പറഞ്ഞു തരാം ഓരോ ചാപ്റ്ററിൽ ഏത് ഏരിയയാണ് നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്. അപ്പൊ ഈ ഒരു തിയറി ചാപ്റ്ററിൽ തന്നെ നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും, നിങ്ങളോട് എന്തായാലും വാട്ട് ഈസ് IASB, ഓക്കെ, അല്ലെങ്കിൽ വാട്ട് ഈസ് IFRS 1, ഇതൊന്നും ചോദിക്കില്ല. ദിസ് ഈസ് നോട്ട് ദാറ്റ് കൈൻഡ് ഓഫ് എൻ എക്സാം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ കുറെ കാര്യങ്ങൾ പഠിച്ചു അല്ലെ, അതൊന്നും നിങ്ങളോട് ചോദിക്കാൻ പോകുന്നില്ല. ഓക്കെ, സോ എന്താണ് ചോദിക്കാത്ത സാറ് പറഞ്ഞുതരാം കേട്ടോ. ഇപ്പോ ഒരു എക്സാമ്പിൾ വേണമെങ്കിൽ പറഞ്ഞുതരാം. വാട്ട് ആർ ദ സ്റ്റെപ്സ് ഓഫ് ഫസ്റ്റ് ടൈം ഇംപ്ലിമെന്റേഷൻ എന്ന് മേ ബി ചോദിക്കാം. ഒരു 5 മാർക്ക് 3 മാർക്ക് ക്വസ്റ്റ്യൻ ഒക്കെ ആയിട്ട് അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത്. അല്ലാണ്ട് വാട്ട് ഈസ് IASB അങ്ങനത്തെ വളരെ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും നിങ്ങൾ പ്രതീക്ഷിക്കരുത്. കുറച്ചൊക്കെ എഴുതാനും അതുപോലെ തന്നെ കുറച്ചൊക്കെ ചിന്തിക്കാനും ഉള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും എന്ത് ചെയ്യുന്ന ഉണ്ടാവുക, ചോദിക്കുന്ന ഉണ്ടാവുക. ക്ലിയർ? ദെൻ പുതിയൊരു അക്കൗണ്ടിങ് സിസ്റ്റത്തിലോട്ട് മാറുമ്പോൾ ഉള്ള പ്രാക്ടിക്കൽ ഇഷ്യൂസ് എന്തൊക്കെയാണ്? ഒന്നാമത്തെ കാര്യം, എവിടെ തുടങ്ങണം, എവിടെ അവസാനിപ്പിക്കണം, ഓക്കെ എന്നുള്ള, അതായത് അക്യുറേറ്റ് അസസ്മെന്റ് ഓഫ് ടാസ്ക്. അതായത് ഇതിപ്പോ നമ്മൾ ചെയ്തപ്പോൾ ഞാനാണ് എന്ത് ചെയ്യുന്നത്, ഒരു കമ്പനിയുടെ പഴയ അക്കൗണ്ടിങ് സിസ്റ്റത്തിൽ നിന്നും ആ കമ്പനീനെ പുതിയ അക്കൗണ്ടിങ് സിസ്റ്റത്തിലോട്ട് എത്തിക്കുന്നത്. അപ്പൊ ഇത് എവിടെ തുടങ്ങണം, എന്തൊക്കെ ടാസ്ക് ആണുള്ളത് എന്നൊന്നും ചിലപ്പോൾ ആദ്യം തന്നെ മനസ്സിലാവില്ല. പ്രോപ്പറായിട്ട് ടാസ്ക് അലോക്കേഷൻ ഉണ്ടാവില്ല, നമുക്ക് പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്യണം, അല്ലെങ്കിൽ ആ കയ്യിൽ നിന്ന് പോകും. കാരണം അക്കൗണ്ടും ഫിഗേഴ്സും കൊണ്ടാണ് നമ്മൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. സോ നമ്മൾ എവിടെ തുടങ്ങണം, എവിടെ അവസാനിപ്പിക്കണം എന്നുള്ളതിനെ കുറിച്ച് ഒരു പ്രോപ്പർ പ്ലാനിങ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഇത് 1-2 ആൾക്കാരെയും കൊണ്ട് നടക്കുന്ന പരിപാടിയല്ല IFRS സിസ്റ്റത്തിലോട്ട് ഒരു കമ്പനീനെ മാറ്റുക എന്നുള്ളത്. സോ ദർ ഈസ് എ ഹ്യൂജ് ഹ്യൂമൻ റിസോഴ്സ് നീഡഡ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും, നിങ്ങൾക്ക് അറിയാം ഡിപ്ലോമ IFRS കഴിഞ്ഞ് എവിടെയൊക്കെ ജോബ് കിട്ടുമെന്നുള്ളത്. നിങ്ങൾക്ക് അത്യാവശ്യം നല്ല കമ്പനികളായിട്ടുള്ള EVI, KPMG, അത് ഡെലോയിറ്റ് പോലെയുള്ള കമ്പനികൾ, അതുപോലെ തന്നെ അക്കൗണ്ടിങ് ഫേമുകളിലൊക്കെ കിട്ടും. അവിടെ എല്ലാം എത്ര ആൾക്കാർ വർക്ക് ചെയ്യുന്നുണ്ട്? കൊച്ചി EYയിൽ മാത്രം 22,000 ആൾക്കാർ വർക്ക്, അല്ലെങ്കിൽ 25,000 ആൾക്കാരാണ് അവരുടെ ടാർഗറ്റ് എന്നൊക്കെ പറയുന്നത്. അത്രയും ആൾക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്ന പണി ഓൾമോസ്റ്റ് സെയിമാ. ഓക്കെ, അപ്പോൾ ഒരു കമ്പനിയുടെ തന്നെ ചെയ്യാൻ 10, 30, 40 ആൾക്കാർ കാണും ഒരു കമ്പനിയുടെ ഓഡിറ്റിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട്, അക്കൗണ്ടിങ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ പറയുന്നത് വെച്ചാൽ ഹ്യൂജ് ഹ്യൂമൻ റിസോഴ്സ് നീഡഡ്. പിന്നെ ഇവർക്കെല്ലാം IFRS അറിയണമെന്നില്ല, അപ്പൊ അവർക്കൊക്കെ അതിന് ട്രെയിനിങ് കൊടുക്കണം. അതുപോലെ തന്നെ ഒരാൾ ഇവരൊക്കെ ചെയ്യുന്നത് കറക്റ്റ് ആണോ നോക്കണം. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഇവരൊക്കെ എന്ത് ചെയ്യണം, ഇടയ്ക്കിടയ്ക്ക് ഒരു സെലിബ്രേഷൻ ഒക്കെ കൊടുക്കണം. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ കൂടുതലായിട്ട് IFRS സിസ്റ്റത്തിന് വേണ്ടിയിട്ടുള്ള പുതിയ കമ്പ്യൂട്ടർ സിസ്റ്റംസ്, പുതിയ സോഫ്റ്റ്വെയർസ്, പുതിയ ഡാറ്റാബേസസ് ഒക്കെ വേണ്ടിവരും. അതുപോലെ തന്നെ എന്തെങ്കിലും ചേഞ്ചസ് ഫ്യൂച്ചറിൽ വരുത്തണമെങ്കിൽ, അല്ലെങ്കിൽ പ്രോസസ്സ് കറക്റ്റ് ആണോ എന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യണം. ഇടയ്ക്കിടയ്ക്ക് ഫോളോ പ്രൊസീജിയേഴ്സ് ചെയ്യണം. ഇപ്പൊ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു, അതായത് ഇപ്പൊ എങ്ങനെയായിരിക്കും, പുതിയൊരു IFRS സിസ്റ്റത്തിലോട്ട് മാറി ഡേ ടു ഡേ ബേസിസിൽ അക്കൗണ്ട്സ് എൻട്രീസ് ചേഞ്ച് ചെയ്യുന്നുണ്ടാവാം. അതുപോലെ തന്നെ ഡേ ടു ഡേ ബേസിസിൽ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ടാവാം. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ ഇപ്പോഴും കറക്റ്റ് ആയിട്ടാണോ ചെയ്യുന്നത്? ഓക്കെ, അത്തരം കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, ഫോളോ പ്രൊസീജിയേഴ്സ് ചെയ്യണം. ദെൻ ഒരു കമ്പനി ഇപ്പോൾ ഒരു IFRS സിസ്റ്റം ഓക്കെ ഉണ്ടാക്കി. ഓക്കെ, സോ ആ കമ്പനിയുടെ ഫിനാൻഷ്യൽ
ഏരിയ അല്ലെങ്കിൽ ആ കമ്പനിയുടെ അക്കൗണ്ടിങ് ഇൻഫ്രാസ്ട്രക്ചർ ഗുഡ് ആണെന്ന് എപ്പോഴാണ് പറയാൻ പറ്റുക? അവിടെ നല്ലൊരു ഫ്രെയിം വർക്ക് ഉണ്ടാവണം. IFRS പോലെയുള്ള നല്ലൊരു ഫ്രെയിം വർക്ക് ഉണ്ട്. അവിടുത്തെ അക്കൗണ്ടൻസ് എല്ലാം ക്വാളിഫൈഡ് ആൻഡ് ഭയങ്കര എഫിഷ്യന്റ് ആണ്. അതുപോലെ തന്നെ ട്രാൻസ്പെറൻസി ഉണ്ട്. അതുപോലെ തന്നെ ഹൈ സ്റ്റാൻഡേർഡ്സ് ഓഫ് കോർപ്പറേറ്റ് ഗവർണൻസ്. എന്താ കോർപ്പറേറ്റ് ഗവർണൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? വാട്ട് ഈസ് കോർപ്പറേറ്റ് ഗവർണൻസ് ഗൈസ്? ഒരു കമ്പനിയുടെ ടോപ്പ് മാനേജ്മെന്റ് എങ്ങനെയായിരിക്കണം എന്നുള്ളതിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പറയുന്ന ഒരു ഏരിയയാണ് കോർപ്പറേറ്റ് ഗവർണൻസ് എന്ന് പറയുന്നത്. എത്ര ഡയറക്ടേഴ്സ് വേണം, എന്തൊക്കെ കമ്മിറ്റീസ് വേണം, ഓക്കെ, ആർക്ക് റിപ്പോർട്ട് ചെയ്യണം എന്നൊക്കെ പറയുന്നതാണ് കോർപ്പറേറ്റ് ഗവർണൻസ്. ഓക്കെ, കോർപ്പറേറ്റ് ഗവർണൻസിന് അടിയിൽ വരുന്നത് തന്നെയാണ് ഒരു ഓഡിറ്റ് എന്ന് പറയുന്നത്. ഒരു നല്ലൊരു ഓഡിറ്റ്, ഹൈ സ്റ്റാൻഡേർഡ്സ് ഓഫ് ഓഡിറ്റ് ഉള്ള കമ്പനി ആണെങ്കിൽ അവരുടെ അക്കൗണ്ടിംഗ് സിസ്റ്റം എന്തായിരിക്കും? അല്ലെങ്കിൽ ഓഡിറ്റിൽ എന്താ ചെയ്യുന്നത്? ഓഡിറ്റിൽ കമ്പനിയിലെ അക്കൗണ്ടിംഗ് സിസ്റ്റത്തിൽ എറേഴ്സ് കണ്ടുപിടിക്കുകയാണ് അല്ലെ. സോ ആ എറേഴ്സ് ഇടയ്ക്കിടയ്ക്ക് കണ്ടുപിടിച്ച് അതൊക്കെ റെക്ടിഫൈ ചെയ്ത് പോകുമ്പോൾ ആ കമ്പനിയുടെ അക്കൗണ്ടിംഗ് സിസ്റ്റം എന്തായിരിക്കും? ഒന്നും കൂടെ കൂടുതൽ അടിപൊളിയായിരിക്കും. ഓക്കെ, സോ ഇങ്ങനെയായിരിക്കും ഒരു കമ്പനിയുടെ ഗുഡ് ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്ട്രക്ചർ ഉണ്ടാവുക. ക്ലിയർ ആണോ? ഓൾ ക്ലിയർ? ജസ്റ്റ് ഒന്ന് റീഡ് ത്രൂ ചെയ്തേ. പ്രാക്ടിക്കൽ ഇഷ്യൂസ് ആൻഡ് ഗുഡ് FR തിങ്സ്. ഈ ഒരു ഏരിയയും കൂടെ ഒന്ന് വായിക്കൂ, ഡൗട്ടുകൾ ചോദിക്കൂ. ക്ലിയർ ആണോ? ഓക്കെ, സോ എനിക്ക് ഇനി പറയാനുള്ള കാര്യം ശ്രദ്ധിച്ചു കേട്ടോ. ഇവിടുന്ന് ഇനി അങ്ങോട്ടുള്ള കുറച്ച് ഏരിയാസ്, അതായത് ഇപ്പൊ ഈ ചാപ്റ്ററിലാണെങ്കിൽ നമുക്കൊരു ഏരിയയും കൂടെ പെൻഡിങ് ഉണ്ട്, എത്തിക്കൽ ആൻഡ് പ്രൊഫഷണൽ പ്രിൻസിപ്പിൾസ്. ഓക്കെ, ഈ ഒരു ഏരിയ ഉണ്ടല്ലോ, കുറച്ചേ ഉള്ളൂ, ആകെ 2-3 പേജേ ഉള്ളൂ, പിന്നെ 2 ക്വസ്റ്റ്യൻസ്. ഈ ഒരു ഏരിയ ഇറ്റ്സ് ഡാം ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഡാം ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സ്റ്റാൻഡേർഡ്സുമായിട്ടും മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് മിക്സ് ചെയ്തും മറിച്ചും തിരിച്ചൊക്കെ കുറെ വട്ടം ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. പറയുന്നത് മനസ്സിലായോ? ഓക്കെ, ഇന്ന് നമ്മൾ എന്തായാലും ഇത് എടുക്കുന്നില്ല, ഓൾമോസ്റ്റ് ടൈമായി, തുടങ്ങിക്കഴിഞ്ഞാൽ തീരത്തില്ല. വളരെ ക്ലിയർ ആയിട്ട് പതുക്കെ എടുക്കേണ്ട സെക്ഷൻ ആണ്. സാർ ഇതിന് മുന്നേ എടുത്തത് ഞാൻ വീണ്ടും പറയുന്നു, ഇതിനെക്കുറിച്ചൊക്കെ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായാൽ മതി. അല്ലാതെ കൂടുതലായിട്ട് ഇതിൽ വെറുതെ ടൈം ഇൻവെസ്റ്റ് ചെയ്യേണ്ട, കൂടുതലായിട്ട് അധികം ഇതിനെക്കുറിച്ചൊന്നും പഠിക്കാൻ നിൽക്കണ്ട. പക്ഷെ ഇതിനെ നിങ്ങൾക്ക് അറിയണ്ടെന്നല്ല, ബട്ട് മറ്റുള്ള സ്റ്റാൻഡേർഡുകളിൽ അത്ര ഒരു ഫോക്കസ് ഇന്ന് എടുത്തത് വരെയുള്ള കാര്യങ്ങൾക്ക് വല്ലാണ്ട് കൊടുക്കണ്ട. ജസ്റ്റ് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് വായിക്കുക. ഓക്കെ, ജസ്റ്റ് മനസ്സിലായി. ഇതൊക്കെ പണ്ടത്തെ മാനേജ്മെന്റ് ബുക്കിലൊക്കെ ഉള്ള സാധനങ്ങളൊക്കെ തന്നെയല്ലേ നമ്മൾ പഠിച്ചോളൂ. ഓക്കെ, ജസ്റ്റ് ഇങ്ങനെ വായിക്കുക. സ്റ്റാൻഡേർഡുകളൊക്കെ എടുക്കുമ്പോൾ ഇടയ്ക്ക് ഒന്ന് പോയിട്ട് ഇറക്കി തിയറി പാർട്ട് ഒന്ന് വായിച്ചു നോക്കാം. പക്ഷേ ഇവിടുന്ന് അങ്ങോട്ടുള്ള ഏരിയ ഇറ്റ്സ് എന്താ പറയാ, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ക്വസ്റ്റ്യൻസ് 100% ആയിട്ടും എത്തിക്കൽ ആൻഡ് പ്രൊഫഷണൽ പ്രിൻസിപ്പിൾസിൽ നിന്നും ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. 1-2 ക്വസ്റ്റ്യൻസ് വിൽ ആസ്ക് ഫ്രം എത്തിക്കൽ ആൻഡ് പ്രൊഫഷണൽ പ്രിൻസിപ്പിൾസ്. പറയുന്നത് മനസ്സിലായോ? ഇവിടുന്ന് അങ്ങോട്ട് ഇനി എടുക്കാൻ പോകുന്നതിനൊക്കെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും എന്ന് പറയുന്നതായിരിക്കും നല്ലത്. 2 ദിവസമായിട്ട് നമ്മൾ ജസ്റ്റ് 2-3 ദിവസമായിട്ട് ഇങ്ങനെ ബേസിക്സ് ഇങ്ങനെ പോയോണ്ടിരിക്കുകയാണ്, ജസ്റ്റ് തിയറി പാർട്ട് പോയോണ്ടിരിക്കുകയാണ്. ഇവിടെ അതത്ര ഇമ്പോർട്ടന്റ് ഒന്നും അല്ലായിരുന്നു. ഓക്കെ, ബട്ട്
ഇനിയും ഉഴപ്പുന്നവരുണ്ടെങ്കിൽ മൂന്ന് ക്ലാസ് ഒന്നും കേട്ടിട്ടില്ല, പക്ഷെ ഇവിടുന്ന് മുതൽ അങ്ങോട്ട് പഠിച്ചാൻ തുടങ്ങിക്കോ, നല്ല മാർക്കോട് 100% മാർക്കോട് വേണമെങ്കിൽ പാസ്സാവാം. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇനി മുതൽ ഓക്കെ, ഇപ്പോഴും ട്രാക്കിലാവാത്തവർക്ക് ഇനി കുറച്ച് ദിവസം ഗ്യാപ്പ് ഉണ്ട്. സോ ആ ഗ്യാപ്പിൽ ക്ലാസ്സസ് ഉള്ളത് കണ്ടു തീർത്തോ. ഓക്കെ ആറ്റ് ഈ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ ഓക്കെ എന്ത് ചെയ്യുക, ഈ ഒരു ഏരിയ മുതൽ പഠിക്കാൻ റെഡി ആയിട്ട് തന്നെ വരിക, ഡൗട്ടുകൾ ചോദിക്കാൻ റെഡി ആയിട്ട് തന്നെ വരിക. ഓക്കെ, എന്നാൽ മാത്രം പാസ്സാവുള്ളൂ. കാരണം ഇതൊക്കെ ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസിലോട്ട് ശരിക്കും ഇനി മുതലാണ് നമ്മൾ ദ റിയൽ സിലബസ്, ദ എക്സാം സിലബസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ ബാക്കി കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. ബൈ ഗൈസ്.